ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് പ്രവീൺ. ഞാൻ ജോയിൻ ചെയ്യുന്ന കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഓക്കെ, ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 200 പേരോളം എത്തി. കാരണം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ കുറച്ച് നാളായിട്ട് കാത്തിരുന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യം. അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വലിയ എന്താണ് ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ പറ്റുന്ന, ഇനി വലിയ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു വലിയ മേഖലയാണ് വെൽനസ്. അപ്പൊ അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ്ഡ് ആണ്. മാത്രമല്ല, അത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വരുമാനവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ടും ആണെന്ന് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ അതിനേക്കാൾ ഏറെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വരുന്ന വ്യക്തിയെ, അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. കാരണം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 25 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ട് ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ ഒരുപാട് സെഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെഷൻ നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ കൂടെ വന്നു എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ പറയാൻ പറ്റുന്ന, ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ എന്താണ് പറയുന്നത്, ഒരു മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമുക്ക് നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും ഒക്കെ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഏതൊരു അസുഖത്തെ പറ്റി അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചാലും നമുക്ക് ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞു തരും. കാരണം ഇത്ര ഡെപ്തിൽ പറഞ്ഞു തരുന്ന ഒരാളെ ഞാൻ ഈ ഓർഗനൈസേഷന് വേറെ കണ്ടിട്ടില്ലെന്ന് തന്നെ വേണേൽ പറയാം. അപ്പൊ എന്താ പറഞ്ഞാലും നമുക്ക് പറഞ്ഞു തരുന്നതിന് ഒരു മടിയില്ല. അദ്ദേഹം അതേ എനർജിയോട് കൂടി എപ്പം നമ്മൾ സംശയങ്ങളൊക്കെ ചോദിച്ചാലും പറഞ്ഞു തരും എന്നുള്ളത് നമുക്ക് വളരെ ലക്കാണ്. കാരണം ഒരു കാരണവശാലും നമുക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം വിടാൻ പാടില്ല. എന്താ അത്ര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് രാഘവൻ സാർ എന്നാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം സാർ, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം ആൻഡ് ജോയിൻ വിത്ത്. ഓക്കെ, താങ്ക് യു. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അതെ അതെ അതെ. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി. പറഞ്ഞ ഇച്ചിരി ഓവർ ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഓക്കെ, ഹാപ്പി ടു സീ യു ആഫ്റ്റർ എ ലോങ് ടൈം. Happy to see you after a long time. Maybe I think after 8 or 9 months we are again back to Zoom, back to കഴിഞ്ഞ ഓണം ദീപാവലി സമയത്തെങ്ങാണ്ടാണ് ലാസ്റ്റ് ഒരു സെഷൻ നമ്മൾ ചെയ്തത്. ഒക്ടോബറിലെങ്ങാണ്ട് ലാസ്റ്റ് ചെയ്ത്. ആഫ്റ്റർ 8 months ആണ് നമ്മൾ taken a very long gap for 8 months. Sorry for that. So thank you for giving me this opportunity to present a little bit of topic. I have given 90 minutes. 5 of the minutes have been scrambled by Praveen. So we have only 85 minutes. Okay. ചിലപ്പോൾ 90 മിനിറ്റ്, ചിലപ്പോൾ 95 മിനിറ്റ് ഒക്കെ ആവാട്ടോ. എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോ ആരോഗ്യമല്ലേ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമല്ലേ? ഓക്കെ, അപ്പം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷോർട്ടായിട്ട് പറയാം. പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. അത്രേ പറയാനുള്ളൂ. ഈ ഇൻഡസ്ട്രിയിൽ കുറച്ചായി വന്നിട്ട് ഇൻഡസ്ട്രിയിൽ. അപ്പം പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സ്ട്രേറ്റ് അവേ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. എപ്പോഴാണ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് സംസാരിക്കുക? എപ്പോഴാണ് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറ്? നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾ എപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്? ഒന്ന് ഡീപ്പായിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കും. ജസ്റ്റ് ഒരു 20-30 seconds. ഞാൻ എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് തന്നെ എപ്പോഴാണ് ശരിക്കും ചിന്തിക്കാൻ തുടങ്ങിയതെന്ന് ആലോചിച്ചു. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആർ യു ഗിവിങ് മോർ പ്രയോറിറ്റി ടു യുവർ ഹെൽത്ത്? നിങ്ങൾ വളരെയധികം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും, പിന്നെ സാറേ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഹെൽത്ത് നോക്കുന്ന ആളാന്ന് പറയും. പക്ഷെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഡേഞ്ചറസ്. ദാറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് സ്ട്രെസ് ഓൾസോ. അസുഖം ഉണ്ടായപ്പോൾ, ശരിയാ, വാസ്തവം പറഞ്ഞല്ലോ, അസുഖം ഉണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്. 99% ഓഫ് കോമൺ പീപ്പിൾ വിൽ തിങ്ക് അബൌട്ട് ഹെൽത്ത് ഓൺലി ആഫ്റ്റർ ഡിസീസ് കംസ് ഇൻ. അസുഖം വന്നതിന് ശേഷമാണ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. നമ്മളുടെ അവയവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഹാർട്ടിനെ കുറിച്ച്, ബ്രെയിനിനെ കുറിച്ച്, ലിവറിനെ കുറിച്ച്, കിഡ്നിയെ കുറിച്ച്, നമ്മളെ സന്ധികളെ കുറിച്ച്,
നമ്മളെ അസ്ഥികളെ കുറിച്ച്, നമ്മളെ കണ്ണിന്റെ കാഴ്ച ശക്തിയെ കുറിച്ച്, കേൾവി ശക്തിയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണോ ആ അവയവം തകരാറിലാവുന്നത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് വാസ്തവം. എപ്പോഴാണോ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുന്നത് അതുവരെ നമ്മളെ ഹാർട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ചിന്തിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ചിന്തിച്ചു നമ്മൾ ഹെൽത്തി അല്ലേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഇതാണ് നമ്മൾ സന്ധികളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. എപ്പോഴാണോ മുട്ടുവേദന വരുന്നത് അപ്പോഴാണ് നമ്മൾ സന്ധികളെ കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പോഴാണോ അസ്ഥി പൊട്ടുന്നത് അപ്പോഴാണ് നമ്മൾ എല്ലുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പോഴാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2 ഒക്കെ എത്തുന്നത് അപ്പോഴാണ് കരൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. കിഡ്നിനെ കുറിച്ച് പറയേ വേണ്ട, കാരണം 10 കൊല്ലമൊക്കെ മുമ്പ് ഒളിഞ്ഞിരിക്കുന്ന പറയുന്നത്. 10 years കഴിഞ്ഞാൽ 10 കൊല്ലം വരെ കിഡ്നിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. 10 കൊല്ലമൊക്കെ മൂപ്പര് കപ്പാസിറ്റി ഉണ്ടെന്നാ പറഞ്ഞത്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗൻ ആ കിഡ്നിയും ലിവറും ഒക്കെ. 10-15 years ഒക്കെ ഒളിഞ്ഞിരിക്കുക അസുഖം, നമ്മൾ അറിയില്ല, നമ്മൾ അറിയുന്നേ ഇല്ല. സ്റ്റേജ് 4 ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ CKD, ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ. ഇതാണ് നമ്മൾ ഇന്ന് യാഥാർത്ഥ്യം. നമ്മൾ ഇന്നത്തെ എന്താ പറയാ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കുക. പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ പറയാന്നുണ്ടെങ്കിൽ ആരോഗ്യം മാത്രമാണോ ചോദിച്ചാൽ ക്വാളിറ്റി ഓഫ് ലൈഫിന് ആരോഗ്യം മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. ഇപ്പൊ കാർഡിയോളജിസ്റ്റ് തന്നെ പറയുന്നു, നിങ്ങളുടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി ആണെങ്കിൽ 1-2 ദിവസം നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് പോയിക്കോ. ഡോക്ടർ മുഹമ്മദ് മുസ്തഫയുടെ വീഡിയോ നിങ്ങൾ പരിശോധിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചോ, വൺസ് ഇൻ എ വൈൽ, ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം കഴിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ വളരെയധികം ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നിന്ന് അയ്യോ ബിരിയാണി കഴിച്ചാൽ പ്രശ്നമല്ലേ, മെഴുക്ക് കഴിച്ചാൽ പ്രശ്നമല്ലേ, വറുത്തും പൊരിച്ചും കഴിച്ചാൽ പ്രശ്നമല്ലേ ചിന്തിക്കുകയാണെങ്കിൽ it will create a lot of stress also. Health should never be a destiny. Instead, health is only a vehicle to take you to your destiny. ആരോഗ്യം ഒരിക്കലും നമ്മളെ എന്താ പറയാ അൾട്ടിമേറ്റം ആയിരിക്കരുത്. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ മറ്റു പല പ്രാധാന്യങ്ങളും ഉണ്ട്. ഫാമിലി ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, ഇൻകം ഉണ്ട്. അതുകൂടെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന, അതുപോലെ തന്നെ കാണാൻ പറ്റാവുന്ന ഒരു സംഗതി മാത്രമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആരോഗ്യമാണ്. കുറിച്ച് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? വൈ ഹാർട്ട് ഹെൽത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? പറയപ്പെടുന്നത്, സയന്റിസ്റ്റ് ഒക്കെ പറയപ്പെടുന്നത് ഹാർട്ട് ആൻഡ് ബ്രെയിൻ ആർ ഇലക്ട്രിക്കൽ ഓർഗൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഇലക്ട്രിക്കൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, ഫാൻ തിരിയും, AC ഓൺ ആവും. ഇറ്റ്സ് ആൻ ഇലക്ട്രിക്കൽ ഓർഗൻ. അതേപോലെ സ്വിച്ച് ഓൺ ചെയ്താൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ ഇലക്ട്രിക് കറണ്ട് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹാർട്ടും ബ്രെയിനും. മറ്റുള്ള ഒരു ഓർഗൻസും ഇലക്ട്രിക്കൽ ഓർഗൻസ് അല്ല. പെട്ടെന്ന് സ്ട്രക്കായി പോകുന്ന 2 ഓർഗൻ പെട്ടെന്ന് സ്ട്രക്കായി പോകും അല്ലേ? ഇലക്ട്രിസിറ്റി പെട്ടെന്ന് കറണ്ട് പോയാൽ സംഭവിക്കുക എന്താ? എല്ലാം ഓഫ് ആവും, ശരിയല്ലേ? കറണ്ട് പോയാൽ AC, ഫാൻ, ലൈറ്റ് എല്ലാം ഓഫ് ആവും. പിന്നെ ഇൻവെർട്ടറിന് സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഓൺ ആയിരിക്കത്തുള്ളൂ, ശരിയല്ലേ? അതേപോലെ പെട്ടെന്ന് നമുക്ക് ഫ്യൂസ് അടിച്ചു പോയാൽ അടിച്ചു പോകുന്ന 2 ഓർഗനാണ് ഇത്, ഹാർട്ടും ബ്രെയിനും. അതുകൊണ്ട് ലിവർ പെട്ടെന്ന് ഫ്യൂസ് അടിച്ചു പോകുന്നില്ല, കിഡ്നി പെട്ടെന്ന് ഫ്യൂസ് അടിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞ 10, 15, 20 കൊല്ലമൊക്കെ എന്താ പറയാ ലിവറിന് കിഡ്നിയൊക്കെ നമുക്ക് ഡിസീസ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ബ്രെയിൻ ഡിസീസോ അങ്ങനെയല്ല. സ്പോട്ടിൽ ഒരു പക്ഷെ ചെറിയ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ കാർഡിയാക് അറസ്റ്റോ സ്ട്രോക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണപ്പോൾ സ്പോട്ടിൽ മരണപ്പെടുക, അങ്ങനത്തെ കുറെ കേസുകളൊക്കെ നമ്മൾ കാണപ്പെടുന്നത് ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം പെട്ടെന്ന് സ്ട്രക്ക് ആവുന്നത് കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ഹാർട്ട് ഹെൽത്ത് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാവുന്നത് കാർഡിയാക് അറസ്റ്റ് മൂലമാണ്. 100 പേര് 100-ൽ 60ഓളം പേര് മരണപ്പെടുന്നത് കാർഡിയാക് അറസ്റ്റ് കൊണ്ടാണ്. പല ക്യാൻസർ രോഗികളും മരണപ്പെടുന്നത് ക്യാൻസർ കൊണ്ടല്ല, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. പല അസുഖങ്ങളും ഇപ്പം COPD എന്നൊക്കെ പറയും, ലിവർ ലങ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ മരണപ്പെടാനുള്ള കാരണം എംഫിസീമ അതേപോലെ കാർഡിയാക് അറസ്റ്റ് പോലത്തെ പ്രശ്നം കൊണ്ടാണ് മരണപ്പെടുന്നത്. 60% ഡെത്ത് കോസ് എന്ന് പറയുന്നത് ഹാർട്ട് പ്രോബ്ലം ആണ്. ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അങ്ങനെ കുറെ സംബന്ധമായിട്ടുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ പരമപ്രധാനമാണെന്ന് പറയാൻ കാരണം. പക്ഷേ നിരാശവശാൽ ഇന്ന് സാധാരണക്കാരനെല്ലാം ചിന്തിക്കുന്നത് ഹൃദയം ഉള്ളപ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇന്ന് കുറെയൊക്കെ മാറി വരുന്നുണ്ട്, ബട്ട് വി ആർ ഫാർ ബിഹൈൻഡ് അവർ തോട്ട്സ്.
നമ്മളെ എത്രയോ പിറകിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുറെ സപ്ലിമെന്റ്സ് വാങ്ങി കഴിച്ചാൽ, കുറെ ഗുളിക വാങ്ങി കഴിച്ചാൽ ഹാർട്ട് ഹെൽത്ത് ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ഞാൻ പറയുന്നത് സപ്ലിമെന്റ്സ് മോശമാണെന്നോ, സപ്ലിമെന്റ്സ് കഴിക്കാൻ പാടില്ലെന്നോ, സപ്ലിമെന്റ്സ് കഴിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവുമെന്നോ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സപ്ലിമെന്റ് കൊണ്ട് ഒരു 30 to 40% മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ കയ്യിലിരുപ്പ് കൊണ്ടും നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ റോൾ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വെൽക്കം ഓൾ. ഇന്നത്തെ ഹാർട്ട് ഹെൽത്തിലെ സെഷൻസിന് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോർ ദാൻ 368. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഹാർട്ടിന്റെ ഫങ്ഷൻസ്? എന്താ? നമ്മളെ ശരീരത്തിന്റെ എഞ്ചിനാണ് ഹാർട്ട്. എല്ലാവർക്കും പറയാം. നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ പോലെ എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എഞ്ചിന്റെ ലൈഫാണ് വണ്ടിയുടെ ലൈഫ്. അതേപോലെ തന്നെ നമ്മളെ ഹാർട്ടിന്റെ ലൈഫാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അല്ലെ, ഭ്രൂണത്തിൽ ആദ്യം ഉണ്ടാവുന്നത് ഹാർട്ട് ബീറ്റ് ആണ്. 6ാമത്തെ ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാവുന്നത് ഹാർട്ടാണ്. ഹാർട്ടാണ് ആദ്യം ഫോം ആവുന്നത്. ഹാർട്ട് ബീറ്റ് ആണ് അപ്പോൾ ആദ്യം. ഹാർട്ട് സെൽ ഇപ്പൊ ഇങ്ങോട്ട് മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കുകയാണ്. ഓക്കെ, വോയിസ് ക്ലിയർ ആണല്ലോ പ്രവീൺ അല്ലേ? പെട്ടെന്ന് ബ്രേക്ക് ആയിട്ടില്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഹാർട്ടിന്റെ ചെറിയൊരു ഘടനയെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് ഹാർട്ടിൽ 4 ചേംബർ ഉണ്ട്. 4 ചേംബർ: റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് ഏട്രിയം എന്ന് പറഞ്ഞ 4 ചേംബറുകളുണ്ട്. നമ്മൾ ആദ്യം, അതായത് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും, ടോപ്പിൽ റൈറ്റ് ഏട്രിയം. ഇവിടെയാണ് നമുക്ക് ആദ്യം ബ്ലഡ് എത്തുന്നത്. പൾമനറി വെയിൻസ് എന്ന് പറയും. ലങ്സിൽ നിന്നും വരുന്ന ഇംപ്യൂർഡ് ആയിട്ടുള്ള ബ്ലഡ് ആദ്യം എത്തുന്നത് ഈ പറയുന്ന റൈറ്റ് ഏട്രിയത്തിലേക്കാണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നേരെ ഈ സാധനം റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു, ഏറ്റവും താഴോട്ട്. ട്രൈക്യുസ്പിഡ് വാൾവ് വഴി നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും നേരെ പോണത് ലങ്സിലേക്കാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിയിട്ട് ഓക്സിജൻ കയറ്റാനായിട്ട് ലങ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നു, ലങ്സിലൂടെ മൂക്കിലൂടെ നമ്മൾ ശ്വസിച്ച് നമ്മൾ ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നു. ആ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ നേരെ എത്തുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കാണ്. ഹാർട്ടിന്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു പോർഷനാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട്. കാരണം ഹൃദയത്തിന്റെ പോർഷനിൽ 4 ചേംബർ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ചേംബറാണ് ഏത്? ഈ പറയുന്ന ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന സാധനം. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഓക്സിജൻ റിച്ച് ബ്ലഡ് എത്തുന്നത്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ശരീരത്തിന്റെ അതർ പാർട്സിലേക്ക്, മറ്റ് പല ഭാഗങ്ങളിലേക്കും ഓക്സിജൻ സപ്ലൈ പോകുന്നത്. എല്ലാ സപ്ലൈയും പോകുന്നത് എന്താ പറയാ, ഒരു റിസർവോയർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്സിജന്റെ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ശേഖരിച്ച് വെക്കുന്ന ഒരു ഒരു പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഓക്സിജന്റെ റിസർവോയർ ആണ് ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ നമ്മുടെ കളി കംപ്ലീറ്റ് കിടക്കുന്നത് ഹാർട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ സാധ്യതയുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാം. അയോർട്ടിക് വാൾവ്, മിട്രൽ വാൾവ്, ഇതൊക്കെ വരുന്നത് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. MVP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിട്രൽ വാൾവ് പ്രൊലാപ്സ് കേട്ടിട്ടുണ്ടാവും, വാൾവ് ചുരുങ്ങിപ്പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അയോർട്ടിക് വാൾവ് ഒക്കെ ചുരുങ്ങിപ്പോയി. വേണ്ട അളവിൽ ഓക്സിജൻ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഹാർട്ട് കൂടുതൽ സ്ട്രൈവ് ചെയ്യും. അപ്പൊ കൂടുതൽ പ്രശ്നം വരുന്ന സമയത്ത്, കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. ഹാർട്ട് ടയർഡ് ആവുന്ന സമയത്ത് മൂപ്പരും നോക്കി, ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, എനിക്ക് ഓക്സിജൻ കിട്ടണ്ടേ, ഹാർട്ടിൽ ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഹാർട്ട് നിലച്ചു പോകും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ശരീരത്തിന്റെ എല്ലാ പാർട്സിലേക്കും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഭാഗം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻ ഇൻ ദ ഹാർട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ശരീരത്തിൽ ഓക്സിജൻ എല്ലാം സപ്ലൈ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പൾമനറി വെയിൻസ് വഴി നേരെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു, തിരിച്ച് ലങ്സിലേക്ക് പോകുന്നു, ലങ്സിൽ പിന്നെ ഡീഓക്സിജേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഹാർട്ടിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ സൈക്കിളിലാണ്, ഇതാണ് നമ്മളെ ശരീരത്തിനുള്ളിൽ ഓരോ പ്രാവശ്യവും ഹൃദയം ഇടിക്കുന്ന സമയത്തും സംഭവിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്.
അപ്പോൾ നമുക്കൊന്നൊന്ന് മനസ്സിലാക്കാം എന്തെല്ലാമാണ് നമുക്കറിയാം. ഹാർട്ട് ഹെൽത്ത്, നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ ഫിലോസഫിക്കലായിട്ട് പറയാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ട് തോന്നാം. മാനേജ് യുവർ വെയിറ്റ്. തീർച്ചയായിട്ടും നമ്മളെ ബോഡി വെയിറ്റിനെ മാനേജ് ചെയ്യുക. ബോഡി വെയിറ്റിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പണ്ട് നമ്മൾ BMI എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബോഡി മാസ് ഇൻഡെക്സിന്റെ കാലഘട്ടം എല്ലാം കഴിഞ്ഞു, കാലഹരണപ്പെട്ടു കേട്ടോ. ദാറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ്. ഇന്ന് മാനേജിങ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ഫാറ്റ് ഉള്ളത്. പുരുഷനാണെങ്കിൽ 20% കൂടുതൽ ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല. സ്ത്രീ ആണെങ്കിൽ 25% കൂടുതൽ ശരീരത്തിൽ കൊഴുപ്പാണ് ഉണ്ടാവാൻ പാടില്ല. ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഫാറ്റ് ഉണ്ടാവാം. ബട്ടക്സ് ഫാറ്റ് ഉണ്ടാവാം, തൈ ഫാറ്റ് ഉണ്ടാവാം, ബ്രസ്റ്റ് ഫാറ്റ് ഉണ്ടാവാം, അബ്ഡോമിനൽ ഫാറ്റ് ഉണ്ടാവാം, ബാക്ക് ഫാറ്റ് ഉണ്ടാവാം, ഗ്ലൂട്ടിൽ ഫാറ്റ് ഉണ്ടാവാം, അല്ലേ, ആംസിൽ ഉണ്ടാവാം, അല്ലേ, ഒക്കെ ഫാറ്റ് ഉണ്ടാവാം. ഇവിടെയൊക്കെ നമുക്ക് ഇതുണ്ടാവാം. ഈ ഫാറ്റ് പുരുഷന്മാർക്ക് 20% കൂടാൻ പാടില്ല, സ്ത്രീകൾക്ക് 25% കൂടാൻ പാടില്ല. അതാണ് മാനേജ് യുവർ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ വെയിറ്റിനെ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ശരീരത്തിൽ മസിൽസ് 40% വരെ ബോഡി മസിൽസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ബോഡി ഫാറ്റിന് പകരം ബോഡി മസിൽസ് ആണ് ഏറ്റവും എഫക്റ്റീവ്. മസിൽസ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം മസിൽസ് ആണ് ഏറ്റവും നല്ല മെറ്റബോളിക് ഓർഗൻ എന്ന് പറയുന്നത്. ഹെൽത്തി ഈറ്റിംഗ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹെൽത്തി ഈറ്റിംഗ് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കിടക്കുന്നുണ്ട്. സ്ട്രെസ് കുറയ്ക്കുക വലിയൊരു കാര്യമാണ്. സ്ട്രെസ് കുറയ്ക്കുക എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം എന്താ? ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ഈ ടെൻഷനാണ്, ടെൻഷൻ കൊണ്ടായിരിക്കും അല്ലേ, ടെൻഷൻ കൊണ്ടായിരിക്കും. ടെൻഷൻ കൊണ്ട് എങ്ങനെയാണ് അസുഖം വരുന്നത്? ഈ ടെൻഷൻ എന്താ സംഭവിക്കുന്നത്? ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അസുഖം ഹാർട്ടാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഹാർട്ടിനേക്കാൾ കൂടുതൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖം വേറെ പ്രശ്നമുണ്ട്. ബോഡി ഫാറ്റ് ആണ് കൂടുന്നത്. ഏറ്റവും വലിയ പ്രശ്നം. എത്രത്തോളം നിങ്ങൾ സ്ട്രെസ്സും ടെൻഷനും അടിക്കുന്നുവോ അത്രത്തോളം ബോഡി ഫാറ്റ് കൂടുന്നു എന്നാണ് ലേറ്റസ്റ്റ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത്. കാരണം ടെൻഷനും സ്ട്രെസ്സും കൂടിയാൽ ആദ്യം നമ്മളെ ശരീരം പറയുക ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും. നമ്മൾ മൊബൈലിൽ ഫ്ലൈറ്റ് മോഡ് ഉണ്ട്. എന്താ ഗുണം? ഫ്ലൈറ്റ് മോഡ് ഇട്ടാൽ ആർക്കും വിളിക്കാൻ പറ്റില്ല, അങ്ങോട്ടും വിളിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും വിളിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ചത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഫൈറ്റ്, അത് ഫൈറ്റ് ചെയ്ത് നേരിടാൻ തയ്യാറാവുക. എങ്ങനെയാ ബോഡി നേരിടാൻ തയ്യാറാവുന്നത്? സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഹൈപ്പോതലാമസ്, നമ്മളെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് ഹോർമോൺ സെക്രീഷൻ കൂട്ടും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാം ആക്റ്റീവ് ആവും. തൈറോയ്ഡ് ഹോർമോൺ കൂട്ടും. തൈറോയ്ഡ് ഹോർമോൺ കൂട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ എനർജി കൂട്ടും. അഡ്രിനൽ ഗ്ലാൻസ്, കിഡ്നീന്റെ മുകളിൽ കിടക്കുന്ന അഡ്രിനൽ ഗ്ലാൻസ് അവേക്കൻ ചെയ്യാൻ തുടങ്ങും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നേരെ അഡ്രിനൽ ഇൻഫർമേഷൻ കൊടുക്കും. മോനെ എണീക്ക്, മോനെ അതാ സ്ട്രെസ് കൂടി വരുന്നു, എണീക്കടാ എണീക്കടാ എന്ന് പറയും അഡ്രിനൽ ഗ്ലാൻസിനോട്. അഡ്രിനൽ ഗ്ലാൻസ് എന്താ ചെയ്യുക? കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂട്ടും. കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂട്ടിയാൽ ശരീരത്തിൽ എനർജി കൂടും. എനർജി കൂടിക്കഴിഞ്ഞാൽ മസിൽസിനൊക്കെ കൂടുതൽ ആവേശം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് പെണ്ണുങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു എന്നൊക്കെ പറയില്ലേ. ഓൾ ഇങ്ങനെ കുറെ ദിവസമായി ഇങ്ങനെ ചൊറിയുന്നു, ഞാൻ ഒന്ന് കൊടുത്തു സാറേ, എന്റെ കൈയൊക്കെ ഇങ്ങനെ തരിച്ചു കയറി എന്നൊക്കെ പറയില്ല. ആ ഒരു സമയം കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടി ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂട്ടി ഇങ്ങനെ കൈയും മസിൽസ് ഒക്കെ ഇങ്ങനെ എന്താ പറയാ രക്തയോട്ടമൊക്കെ കൂട്ടി ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. ബ്രെത്ത് റേറ്റ് കൂടി, ബ്ലഡ് ഫ്ലോ കൂടി തിളച്ച് നിൽക്കുന്ന സമയത്ത് ഒന്ന് ടപ്പ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥ അല്ലേ, കണ്ടിട്ടില്ലേ? മറിച്ച് വേറെ ഉണ്ടാവാം, എന്തെങ്കിലും മരണങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും വേണ്ട. അങ്ങനെ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കൂടുതൽ ഫ്യൂവൽ വേണം. കൂടുതൽ ഫ്യൂവൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കൂടുതൽ ഓക്സിജൻ വേണം. കൂടുതൽ ഓക്സിജൻ സംഭവിക്കുക എന്താ ചെയ്യുക? ഹാർട്ടിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ എത്തണം. കൂടുതൽ ബ്ലഡ് ഫ്ലോ എത്തണമെങ്കിൽ ബ്ലഡ് മാത്രം എത്തിയാൽ പോരാ, പോഷകാഹാരങ്ങൾ എത്തണം. അതിന് കൂടെ ഓക്സിജൻ എത്തണം. കറക്റ്റായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം. ലിവറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും, കൂടുതൽ ഗ്ലൂക്കോസിന് എത്തിക്കണം. ഗ്ലൂക്കോസ് എത്തിക്കണമെങ്കിൽ ഈ ഗ്ലൂക്കോസിന് എത്തിക്കാനായിട്ട് ഇൻസുലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം. എന്തെല്ലാമാണ് സംഭവിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു സ്ട്രെസ് അടിച്ചുകൊണ്ട്, ടെൻഷൻ അടിച്ചുകൊണ്ട് മൊത്തം ശരീരത്തിൽ ഹാർട്ട്, ലിവർ, ബ്രെയിൻ, കിഡ്നി, പാൻക്രിയാസ്, മസിൽസ്, ഹോർമോൺസ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ് എല്ലാ സാധനവും എണീക്കുകയാണ്, സടകുടന്ന് എഴുന്നേൽക്കുകയാണ് ചെറിയൊരു സ്ട്രെസ് കൊണ്ട്. ഇതാണ് സ്ട്രെസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും റിലേറ്റഡ് ആയിട്ട് ഈ പറയുന്ന സ്ട്രെസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റേ ആക്റ്റീവ്, എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുക. വ്യായാമം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യായാമം എത്തരത്തിലുള്ള വ്യായാമം എന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ എത്തരത്തിലുള്ള വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. വ്യായാമം നമ്മൾ പറയുന്നത്, സ്ക്രീൻ ഷെയർ ഒഴിവാക്കാം. ഓക്കെ,
നമ്മൾ 5 ടൈപ്പ് ഓഫ് സോണൽ എക്സസൈസ് ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ എക്സസൈസിനെ കുറിച്ച് നമ്മൾ ഒരു സെഷൻസിലും നമ്മൾ കവർ ചെയ്യാറില്ല. കാരണം ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ്. സോൺ 1 എന്ന് പറയും നോർമൽ ലൈഫ് മൂവ്മെന്റ് ആണ്. സോൺ 1 വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇത് വെറുതെ കേട്ടുപോയതുകൊണ്ട് കാര്യമായില്ല, എഴുതിയെടുത്താൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. സോൺ 1 നോർമൽ മൂവ്മെന്റ്സ് ആണ്. നമ്മൾ സാധാരണ സ്ത്രീകൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യില്ലേ, നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങുന്നു, പോകുന്നു, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കുന്നു, വണ്ടിയിൽ നിന്ന് തിരിച്ച് നമ്മൾ സാധനം എടുത്ത് വെക്കുന്നു, നമ്മൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഇതൊക്കെ നോർമൽ എന്താ പറയാ മൂവ്മെന്റ്സ് ആണ്. ഇതൊക്കെ സോൺ 1ലാണ് വരുന്നത്. സോൺ 2 വരുന്നത് ലിറ്റിൽ ബിറ്റ് നമ്മൾ വാക്ക് ചെയ്യുന്നു, നോർമൽ വാക്കിംഗ്, സാധാ സൈക്ലിംഗ്, സാധാ സ്വിമ്മിങ്. അത്ര വിഗറസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആയിരിക്കില്ല ഒരു പക്ഷെ. ഇതൊരു 50 മുതൽ 60% വരെയാണ് നമുക്ക് ഹാർട്ട് റേറ്റിനെ കൂട്ടുന്നത്, കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നത്. ഒരു 50 മുതൽ 60% വരെ, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 70% വരെ നമുക്ക് വേണമെങ്കിൽ സോൺ 2 തന്നെ നമുക്ക് ഹാർട്ട് ഹെൽത്തിനെ കുറിച്ച് കെയർ ചെയ്യാം. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ട്രെഡ്മില് കണ്ടിട്ടുണ്ടാവും. ട്രെഡ്മില്ലിൽ നമ്മളൊരു 1 കിലോമീറ്റർ അറ്റ്ലീസ്റ്റ് ഒരു 9 മിനിറ്റ് കൊണ്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 1 കിലോമീറ്റർ അറ്റ്ലീസ്റ്റ് 9 മിനിറ്റ്സ്. ഒരു 6.8 ഒരു 7 ട്രെഡ്മിൽ സ്പീഡിൽ കിട്ടാൽ നിങ്ങൾക്ക് ഒരു 9 മിനിറ്റ്സ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു 1 കിലോമീറ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 2-2.5 കിലോമീറ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, യുവർ ഹാർട്ട് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഗുഡ്. സോൺ 3 എന്ന് പറഞ്ഞാൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് തുടങ്ങുകയാണ്. എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ദീർഘശ്വാസം വലിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അത് 30 സെക്കൻഡ്സ് വർക്കൗട്ട് ആണ്, 30 സെക്കൻഡ്സ് റെസ്റ്റ് ആണ് പറയുന്നത്. 30 സെക്കൻഡ് വർക്കൗട്ട് നിങ്ങൾക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാം, ബർപ്പീസ് ചെയ്യാം, മൗണ്ടൻ ക്ലൈംബ് ചെയ്യാം, ജമ്പിങ് സ്ക്വാട്ട് ചെയ്യാം. അങ്ങനെ ഒരു 10 എക്സസൈസ്, അങ്ങനെ ഒരു 10 വർക്കൗട്ട് ഒരു 30 സെക്കൻഡ് ചെയ്യാം. ഒരു ജമ്പിങ് ജാക്സ് ഒരു 25 ജമ്പിങ് ജാക്സ് ചെയ്യുക, 30 സെക്കൻഡ് ടൈം എടുക്കുക, 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഒരു 15 പർപ്പീസ് ചെയ്യുക, 30 സെക്കൻഡ് കൊണ്ട് 15 പർപ്പീസ് തീർക്കുക, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 10 വർക്കൗട്ട് നിങ്ങൾ ഒരു 3 റൗണ്ട് ആയിട്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ഒരു റൗണ്ട് ആകുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. പിന്നെ അത് എങ്ങനെയെങ്കിലും അത് യൂട്യൂബ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആകെ 6 മിനിറ്റ് 7 മിനിറ്റ് വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊരു 8 മിനിറ്റ് ഒരു എന്താ പറയാ 8 മിനിറ്റ് ഒരു 4-5 മിനിറ്റ് വരും ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 3 റൗണ്ട് എങ്കിലും കംപ്ലീറ്റ് ചെയ്യും. ഒരു 25-30 മിനിറ്റ്സ് കൊണ്ട് തീരാവുന്ന പരിപാടിയേ ഉള്ളൂ. എൻഡ്യൂറൻസ് ട്രെയിനിങ് തുടങ്ങുകയാണ്. അടുത്തത് എൻഡ്യൂറൻസ് ട്രെയിനിങ് 2 ആണ്. സോൺ 4ലേക്ക് കടന്നു. സോൺ 4 നമ്മൾ 45 സെക്കൻഡ്സ് ഇന്റൻസ് വർക്കൗട്ട് ചെയ്യണം. ഇന്റൻസ് ഫ്ലോർ വർക്കൗട്ട് ചെയ്യണം. ജമ്പിങ് ജാക്സിന്റെ എണ്ണം കൂട്ടുന്നു, 15 നുള്ള 20 ആക്കുന്നു. അല്ലെങ്കിൽ പർപ്പീസിന്റെ എണ്ണം കൂട്ടുന്നു, 10 നുള്ള 15 ആക്കുന്നു. മൗണ്ടൻ ക്ലൈംബിന്റെ എണ്ണം കൂട്ടുന്നു. അങ്ങനെ ഓരോ വർക്കൗട്ട് നമ്മളൊരു എന്താ പറയുക ഒരു 45 സെക്കൻഡ്സ് വർക്കൗട്ട് ചെയ്യുന്നു, 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുന്നു. കുറച്ചുകൂടെ നമുക്ക് എൻഡ്യൂറൻസ് ട്രെയിനിങ് ആണ്. അതൊരു 20 മിനിറ്റ് 25 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പരുവാവും. വേർത്ത് കുളിക്കും. നമ്മളൊരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ അവിടെ ഇരിക്കും. അത്രയും നമ്മൾ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന സാധനമാണ്. പിന്നെ അത്രയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി വൺസോ മന്ത്ലി ട്വൈസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 95% നിങ്ങൾ ഹാർട്ട് റേറ്റ് കൂട്ടാനുള്ള സാധനമാണ് എക്സ്ട്രീം ഫുൾ ബോഡി എൻഡ്യൂറൻസ് ട്രെയിനിങ് വർക്കൗട്ട്. അത് 1 മിനിറ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുക, 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക. 1 മിനിറ്റ് വർക്കൗട്ട് ആൻഡ് 30 സെക്കൻഡ്സ് റെസ്റ്റ്. ഇങ്ങനെ ഒരു 15-20 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഹാർട്ട് 95% നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഹാർട്ട് സെൽസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇംപ്രൂവൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു 4-5 ടൈപ്പ് നിങ്ങൾക്ക് സോൺ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള കാര്യങ്ങൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യേണ്ട സാധനമാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. അതിനേക്കാൾ ഉപരി ബ്ലഡിൽ ഇൻസുലിൻ കൺട്രോൾ ചെയ്യുക. അത് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കിടക്കാൻ നമുക്ക് സമയമില്ല, കാരണം ഡയബറ്റിക്കിന് ടോപ്പിക് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സ്മോക്കിംഗ് കഴിയുന്നതും ക്വിറ്റ് ചെയ്യുക. ആൽക്കഹോൾ കുറയ്ക്കുക. വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക. ഇനി പല ആൾക്കാരും പറയാറുണ്ട് വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം പല ആൾക്കാരും എന്താ പറയാ ഇപ്പം വൈറ്റ് ഫുഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ രണ്ടും കേടാണ്. ഏറ്റവും കൂടുതൽ ദോഷം ഏതാന്ന് ചോദിച്ചാൽ വറുത്തതും പൊരിച്ചതിനേക്കാൾ കൂടുതൽ ഹാർട്ടിന് ദോഷം ചെയ്യുന്നത് ഈ പറയുന്ന വൈറ്റ് ഫുഡാണ്. വെളുത്ത പുട്ട്, വെളുത്ത അപ്പം, വെളുത്ത ഇഡലി, വെളുത്ത ദോശ, വെളുത്ത ചോറ്, ഇതൊക്കെയാണ് നമ്മൾ വറുത്തതും പൊരിച്ചതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത്. വറുത്തതും പൊരിച്ചതും സ്റ്റിക്കിയാണ്, ശരിയാണ്. അത് കൂടുതൽ ഹാർട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അസുഖം ക്യാൻസർ ആണ്.
അപ്പം വൈറ്റ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറയ്ക്കുക. കാരണം നമ്മൾ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് എല്ലാം വൈറ്റ് ഗ്രെയിൻസ് ആണ്. കാർബോഹൈഡ്രേറ്റ് കഴിയുന്നതും റെഡ്യൂസ് ചെയ്യുക. ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യുക. വെരി ഹാർട്ടിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്ന സാധനം ബ്ലഡ് പ്രഷറാണ്. ഓവർ കോൺഫിഡന്റ് ആയി പോകരുത്. നിങ്ങൾ ബ്ലഡ് പ്രഷറിനൊക്കെ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബ്ലഡ് പ്രഷറിന് മെഡിസിൻ കഴിക്കണം. അത് ഒഴിവാക്കിയിട്ട് സപ്ലിമെന്റിലേക്ക് ഒരിക്കലും പോകരുത്. അതിന് കൂടിയേ സപ്ലിമെന്റ് ചെയ്യാവൂ. കാരണം ബ്ലഡ് പ്രഷർ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബ്ലഡ് തിന്നേഴ്സ്, നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ഒക്കെ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് തിന്നേഴ്സ് നിർബന്ധമായിട്ട് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ തന്നെ അഡ്വൈസ് അതേപോലെ തന്നെ കേൾക്കുക. കാരണം അത് കഴിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. സ്ട്രോക്കും ഹാർട്ട് പ്രോബ്ലം ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുക. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. ഓയിലി ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. വെയിറ്റിനെ മാനേജ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ സോൺ 3, സോൺ 4, സോൺ 5 എക്സസൈസ് ഒക്കെ ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർ ചെയ്തു പോകരുത് കേട്ടോ. ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർ ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർ സോൺ 1, 2 മാക്സിമം 3ന്റെ പകുതി വരെയൊക്കെ ചെയ്യാൻ കൂടുതൽ എന്തായാലും ചെയ്യാതിരിക്കുന്നതാണ് കഴിയുന്നതും നല്ലത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് എന്തൊക്കെയാണ്? ഒരുപാട് നമ്മൾ ഹാർട്ട് ഡിസീസ്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഹാർട്ട് ഡിസീസ് പറയുന്നത് ആദ്യത്തെ പറയുന്നത് ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതെന്താ സാധനം? ഇതാണ് നമ്പർ 1 നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഇത്. ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. ബ്ലോക്കിനെ ചുരണ്ടി എടുക്കാനുള്ള സംവിധാനമൊന്നും നമ്മുടെ നാട്ടിൽ ഇന്നില്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് കൊറോണറി ആർട്ടറീസ്, രക്തധമനികളാണ്. ഈ രക്തധമനികളിൽ നിങ്ങൾ ഏല് കാണാൻ പറ്റും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ബ്ലോക്ക് അടഞ്ഞു കൂടുന്നു. കൊളസ്ട്രോൾ കൊണ്ട് ബ്ലോക്ക് ആയിരിക്കാം, പല ബ്ലോക്കുകളും വരാം. ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ ആവാം, മെറ്റബോളിക് വേസ്റ്റ് വരാം, പല ബ്ലോക്സും വരാം. കൊളസ്ട്രോൾ കൊണ്ട് മാത്രമല്ല. കൊളസ്ട്രോൾ ആണോ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഈസ് ഓൺലി 20%. 20% മാത്രമാണ് കൊളസ്ട്രോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ പല ആൾക്കാരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു, എന്റെ കൊളസ്ട്രോൾ നോർമലാണ്, എനിക്ക് ഹാർട്ടിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഇല്ല എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ഇനി പല ആൾക്കാരും കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആണ്, എനിക്ക് ഹാർട്ട് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൊളസ്ട്രോൾ ഹൈ ആണെങ്കിലും ഹാർട്ട് പ്രോബ്ലം വന്നോളം നിർബന്ധമില്ല. അപ്പൊ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഈ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. എൻഡോത്തീലിയം എന്ന് പറയും. ENDOTHELIUM. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ കൊറോണറി ആർട്ടറീസിൽ മാത്രം ദൈവം എക്സ്ട്രാ ഒരു സിംഗിൾ ഡബിൾ ലെയർ ഓഫ് സെൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ചുവന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അതാണ് എൻഡോത്തീലിയം എന്ന് പറഞ്ഞ സാധനം. ഒരു ഡബിൾ ലെയർ ഓഫ് സെൽസ് ആണ്, ഒരു എക്സ്ട്രാ കുഷൻ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാനാണ് ദൈവം നമുക്കത് തന്നിരിക്കുന്നത്. കാരണം ദൈവത്തിന് അറിയാം നമ്മൾ ഈ തോന്നിവാസം എല്ലാം കളിക്കുന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മൂപ്പര് ഹാർട്ട് സെൽസിന് ഒരു എക്സ്ട്രാ ഒരു ലെയർ ഓഫ് സെൽസ് നമുക്ക് തന്നിരിക്കുന്നത്, ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാൻ. അതേപോലെ തന്നെ നമ്മളെ കൊറോണറി ആർട്ടറീസും നമ്മളുടെ ബ്ലഡ് വെസൽസും തമ്മിൽ ഒരു ബാരിയർ ആണ് ഈ സാധനം എൻഡോത്തീലിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹാർട്ടിന്റെ ഈ ബ്ലഡ് രക്തക്കുഴലിന്റെ ഡയമീറ്റർ അതേപോലെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ എൻഡോത്തീലിയം. അതിന്റെ ഡയമീറ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പക്ഷേ 3 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ ഒക്കെ ആയിരിക്കും. എനിക്ക് എന്റെ മെഷർമെന്റ് ആണെന്നുള്ള എനിക്കറിയില്ല. അയോർട്ടയാണ് ഏറ്റവും വലിയ വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ചെറിയ വാൾവ്സ് ആണ്. ചിലപ്പോൾ മില്ലിമീറ്റർ അളവിലേക്ക് ആയിരിക്കും ഉണ്ടാവും. അത്രയും ചെറുതാണ്. അത് അതിന്റെ ഡയമീറ്റർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം എക്സ്ട്രാ പിടിപ്പിച്ചത്. അതേപോലെ തന്നെ മെറ്റബോളിസത്തിന് ഭയങ്കരമായിട്ട് റെലവൻസ് ഉണ്ട് ഈ പറയുന്ന എൻഡോത്തീലിയത്തിന്. ഈ എൻഡോത്തീലിയത്തിന്റെ ആരോഗ്യം ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗട്ടർ എന്ന് പറഞ്ഞാൽ ഓവുചാല്. നമ്മളെ നാട്ടിൽ ഓവുചാല് എന്നാ പറയാ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. അത് നമ്മൾ വേസ്റ്റ് വാട്ടർ ഒഴുകുന്ന ഒരു സ്ഥലമല്ലേ ചാല്, അതന്നെ. ഈ ഓവുചാലിൽ എന്തെല്ലാം ഒഴുകുന്നുണ്ട്? ഇഷ്ടംപോലെ വേസ്റ്റ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? ചോറിന്റെ വെറ്റും മറ്റേതിന്റെ വെറ്റും എല്ലാ വേസ്റ്റും ഇത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശരിയല്ലേ? അതിങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് അടഞ്ഞുകൂടിയത് കാണാൻ പറ്റും. എവിടെ അടഞ്ഞുകൂടിയിട്ടുണ്ടാവുക? എവിടെയാണോ ഹോള് വന്നിരിക്കുന്നത്, എവിടെയാണോ അവിടെ പൊള്ളൽ വന്നിരിക്കുന്നത്, വിള്ളൽ വന്നിരിക്കുന്നത്, അവിടെ ചിലപ്പോൾ പക്ഷേ വേസ്റ്റ് അടച്ചു കൂടിയിട്ടുണ്ടാവും.
അപ്പൊ ആ വിള്ളൽ എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്ലേക്ക് എന്ന് പറയുന്നത്. പ്ലേക്ക്, PLAQUES. നമ്മൾ ഒന്നുകൂടെ ശാസ്ത്രീയ ഭാഷയിൽ അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്ക് എന്ന് പറയും. അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്ക്. ഈ അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്കിലാണ് ഈ എൻഡോത്തീലിയം റപ്ചർ ആയി പോകുന്നത്. റപ്ചർ എന്ന് പറഞ്ഞാൽ എൻഡോത്തീലിയത്തെ ഡാമേജ് ചെയ്യുന്നത് ഈ പ്ലേക്കാണ്. ഈ പ്ലേക്ക് എന്ന് പറയുന്ന സാധനം ഈ എന്താ പറയാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ ഫ്രീ റാഡിക്കൽസിലൂടെയോ എങ്ങനെ വേണമെങ്കിലും ഈ പ്ലേക്ക് നമുക്ക് വരാം. മെയിൻ ആയിട്ട് നമ്മൾ ഫുഡും എയറും നമ്മൾ പൊല്യൂഷനും സ്ട്രെസ്സും കൊണ്ട്, മെയിൻ സ്ട്രെസ് ഒരു കാരണം തന്നെയാണ് പ്ലേക്സ് വരാനായിട്ട്. അപ്പൊ ഈ പ്ലേക്കിലാണ് ഈ മെറ്റബോളിക് വേസ്റ്റ് എല്ലാം അടഞ്ഞുകൂടുന്നത്. ഈ പ്ലേക്കിൽ അടഞ്ഞുകൂടുന്നത് കൊളസ്ട്രോൾ മാത്രമല്ല, എക്സസൈറ്റിലെ കാൽഷ്യം വരാം, എക്സസൈറ്റിലെ അമിനോ ആസിഡ്സ് വരാം, മെഥിയോനൈൻ സിസ്റ്റൈൻ ശരിയായ രീതിയിൽ വിഘടിച്ചിട്ടില്ലെങ്കിൽ ഹോമോസിസ്റ്റൈൻ രൂപത്തിൽ വരാം, ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ വരാം, മെറ്റബോളിക് വേസ്റ്റ് വരാം, കൊളസ്ട്രോൾ വരാം, ട്രൈഗ്ലിസറൈഡ് അടങ്ങാം, എന്ത് വേണമെങ്കിലും ഈ സാധനത്തിൽ അടങ്ങാം. അപ്പൊ കൊളസ്ട്രോളിലുള്ള മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് വലിയ കാര്യമായൊന്നുമില്ല. കാരണം കൊളസ്ട്രോൾ മാത്രമല്ല ഹൃദയ ധമനികളിൽ അടഞ്ഞുകൂടുന്നത് എന്തൊക്കെയോ സാധനങ്ങൾ അടഞ്ഞുകൂടുന്നുണ്ട്. എന്തൊക്കെ അടഞ്ഞുകൂടുന്നു നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ വേസ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഹൃദയ ധമനികളിൽ എന്തെല്ലാം വേസ്റ്റ് അടഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം ദൈവം സഹായിച്ച് ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് കൊളസ്ട്രോളിന് മാത്രം കഴിച്ചത് കൊണ്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം പല വേസ്റ്റുകളും വരാം. അവിടെയാണ് നമ്മളെ മെറ്റബോളിസത്തിന് വലിയ റോള് വരുന്നത്. ഇതിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ട്രീറ്റ്മെന്റ് വേറൊന്നുമല്ല. നിങ്ങൾ വേറൊരു ചരട് പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. ആ ചരട് എന്ന് പറയുന്നതാണ് നമ്മളെ ഈ എന്താ പറയുക, ഇതൊരു കത്തീഡ്ര കടത്തി വിടും. ഈ ഇത് ബീല് കാണാൻ സാധിക്കും. ആ കത്തീഡ്ര കടത്തി വിട്ടിട്ട് കത്തീഡ്രന്റെ പുറത്ത് ഒരു ബലൂൺ ഉണ്ടാവും. ആ ബലൂൺ എന്താ ചെയ്യുന്നത്? വീർപ്പിക്കും. എവിടെയാണോ ബ്ലോക്ക് വരുന്നത് ആ ബലൂണിനെ വീർപ്പിക്കും. വീർപ്പിക്കാൻ സംഭവിച്ചെന്താ? നിങ്ങൾ ഡയഗ്രാം എയിൽ നിങ്ങൾ ഫുള്ള് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഡയഗ്രാം ബിയിൽ സംഭവിച്ചെന്താ? ആ ബ്ലോക്കിനൊന്ന് വീർപ്പിച്ചു. എൻഡോത്തീലിയത്തിന് വേറൊരു ഗുണമുണ്ട്. എൻഡോത്തീലിയം ഭയങ്കര എലാസ്റ്റികതയുള്ള ഒരു സാധനമാണ്. എങ്ങനെ വേണമെങ്കിലും മൂപ്പര് എന്താ പറയാ ഫ്ലെക്സിബിൾ ആണ് എൻഡോത്തീലിയം. അപ്പൊ ഇപ്പൊ ചെറിയ ബ്ലോക്ക് ഒരു 60%, 70%, 80% വരെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹാർട്ട് സ്ട്രൈവ് ചെയ്യും. ഹാർട്ടിന് വലിയ കുഴപ്പം വരില്ല. അത് എന്തുകൊണ്ടാ? ഈ എൻഡോത്തീലിയം എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ടാണ്. അത് കുറച്ച് എലാസ്റ്റികത സ്വഭാവമുള്ള ഒരു സാധനം. എൻഡോത്തീലിയം ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും എന്നും വടിയായി പോയത്. പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടോ പെട്ടെന്ന് വടിയായി പോകും. കാരണം അത്രയും നമ്മൾ ഹാർട്ടിന് കുഷൻ തരുന്ന ഒരു സാധനമാണ് ഈ എൻഡോത്തീലിയം. അപ്പൊ മൂന്നാമത്തെ ഡയഗ്രത്തിൽ സീല് കാണാൻ സാധിക്കും. എന്താ ചെയ്യുക? ഈ ബലൂൺ വീർപ്പിച്ചിട്ട് ഈ സ്റ്റെൻഡ് അങ്ങോട്ട് റിമൂവ് ചെയ്യും. ഈ സാധനം ഈ പറയുന്ന ആ വിടവ് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഒരു മുട്ട് കൊടുത്ത് നിർത്തും. അത് പണ്ട് നമ്മൾ ബോൾ പോയിന്റ് പെന്നിലൊക്കെ ഒരു മുന്നിലൊരു സ്പ്രിങ് പോലത്തെ ഒരു സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനാണ് സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഈ മുട്ട് കൊടുത്ത് നിർത്തുക എന്ന് പറയില്ലേ, നമ്മൾ വീട് വാർക്കണ സമയത്ത് നമ്മൾ മുട്ട് കൊടുത്ത് നിർത്തൂലേ, അതേപോലെ മുട്ട് കൊടുത്ത് നിർത്തുന്ന ഒരു സാധനമാണ് ഈ സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കത്തീഡ്ര കൊണ്ട് വിഡ്രോ ചെയ്യും, ആ മുട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നിൽക്കൊപ്പം സംഭവിക്കുക ബ്ലഡിന് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനം. ഇതാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തന്നെ നമുക്ക് ഒരുപാട് ബ്ലോക്ക് 3, 4, 5 ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിന്നോ കാലിന്നോ ഞരമ്പ് എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യും. നമ്മൾ ബൈപ്പാസ് സർജറി എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. ഗ്രാഫ്റ്റിംഗ്. ഇപ്പൊ മെയിൻ വാൾവ്സിലെ ലെഫ്റ്റ് വെൻട്രിക്കിൾസിൽ 2, 3 ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറയും 90%, 95% ബ്ലോക്ക് ഒക്കെ ഉണ്ട്, 3, 4 സ്റ്റെൻഡ് വെക്കിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ദാറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം ഒരേ വെസൽസിലാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ബൈപ്പാസ് എന്ന് പറഞ്ഞ സാധനം എന്താ? നിങ്ങളുടെ നാട്ടിൽ ബൈപ്പാസ് ഇല്ലേ? കേരളത്തിൽ എല്ലാ ജില്ലയിലും ബൈപ്പാസ് ഉണ്ടല്ലോ. ബൈപ്പാസ് റോഡ് ശരിയല്ലേ? എന്തുകൊണ്ടാണ് ബൈപ്പാസ് വെക്കണം? എന്തിനാ? മെയിൻ റോഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബൈപ്പാസ് കൂടെ പോവാം. ഇനി ബൈപ്പാസിൽ ബ്ലോക്ക് വന്ന് അങ്ങോട്ട് പോകും. അപ്പൊ ഈ പറയുന്ന ഈ ഹൃദയ ധമനികളിൽ ബൈപ്പാസ് വെച്ചാൽ ആ ബൈപ്പാസിൽ ബ്ലോക്ക് വന്നുകൂടായിക്കൊന്നുമില്ലല്ലോ, എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ ദർ ഈസ് എ പോസിബിലിറ്റി ബൈപ്പാസ് വെച്ചാലും ബൈപ്പാസിലും ബ്ലോക്ക് വരാം. അപ്പോ ഇതാണ് ഇപ്പത്തെ റെമഡി എന്ന് പറയുന്നത്. അപ്പൊ എവിടെ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ഈസ് സ്റ്റിൽ ദെയർ. ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഒരു ടെമ്പററി സംവിധാനം, ഒരു റോഡ് എക്സ്ട്രാ വെട്ടി കൊടുത്തിട്ടുണ്ട് രക്തസംക്രമണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റെൻഡ് കൊണ്ട് മുട്ട് നിർത്തിയിട്ടുണ്ട്. ആ സ്റ്റെൻഡിന് വാറണ്ടി ഉണ്ട് കേട്ടോ. ആ സ്റ്റെൻഡിന് 8 കൊല്ലം 10 കൊല്ലമൊക്കെയാണ് ഗ്യാരണ്ടി ഉള്ളത്. ആ 10 കൊല്ലം കഴിഞ്ഞ ഒരു പക്ഷേ സ്റ്റെൻഡ് പഴയതുപോലെ ആവാം, ചിലപ്പോൾ സ്റ്റെൻഡ് വീഴാം, ചിലപ്പോൾ സ്റ്റെൻഡ് മെറ്റബോളിക് വേസ്റ്റിന് കൂടെ അലിഞ്ഞു പോവാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. 10 കൊല്ലത്തിൽ കൂടുതൽ വാറണ്ടി ഒന്നും ഒരു സ്റ്റെൻഡിന് കൊടുക്കുന്നില്ലെന്ന് എനിക്കറിയുന്നു. ഇന്ന് പല ഹോസ്പിറ്റലിലും 2 സ്റ്റെൻഡ് ഇട്ടാൽ ഒരു സ്റ്റെൻഡ് ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദീപാവലിക്ക്, ഓണത്തിനും, വിഷുവിനൊക്കെ, പെരുന്നാളിനൊക്കെ ഓഫർ ഉള്ളതുപോലെ സ്റ്റെൻഡ് ഫ്രീ ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. 3 സ്റ്റെൻഡ് ഇട്ട ഒരു സ്റ്റെൻഡ് ഫ്രീ ആണ്. സാധനം ഒരു കാര്യം നമുക്ക് 4 സ്റ്റെൻഡ് ഇട്ടിക്കാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന സംവിധാനമാണ് ഇതൊക്കെ.
അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ പറയുന്ന രണ്ട് സംഗതി എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പിന്നെ ബൈപ്പാസ് സർജറി. തേർഡ്, ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുന്ന ഒരു സാധനമാണ് MI എന്ന് പറയും, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയും. ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോഴും ആയി വരുന്നുള്ളൂ. നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ മയോകാർഡിയൽ ഇൻഫെക്ഷൻ MI എന്ന് പറയും. MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മസിൽസ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും, ഹാർട്ട് മസിൽസ് വീക്ക് ആയി പോകും. അത് MI അടിച്ചു പോകുന്നു പറയും. പിന്നെ 90% ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ഒരു കാരണം MI ആണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിൽസ് ഡെത്ത് ആയി പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. തേർഡ് കേസ്. ഫോർത്ത് കേസ് CHF എന്ന് പറയും, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. അതായത് ഹാർട്ടിന് വേണ്ട അളവിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്നു, ഇന്നബിലിറ്റി ടു പമ്പ് ദ ബ്ലഡ്. അതൊരു പക്ഷേ ന്യൂട്രിയൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ടയേർഡ് ആയി പോയതുകൊണ്ടായിരിക്കാം, എക്സസീവ് സ്ട്രെസ് ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. റീസൺസ് ബിഹൈൻഡ് ദാറ്റ് പല റീസൺസ് ഉണ്ടാവാം. അൾട്ടിമേറ്റ്ലി വരുന്നത് ഹാർട്ട് ഫെയിലിയർ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്കേജ്, പിന്നെ ഇസ്കീമിയ എന്ന് പറയും, കാർഡിയൽ ഇസ്കീമിയ എന്ന് പറയും. ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിൽ ഇസ് റെഡ്യൂസ്ഡ്. ഹാർട്ട് മസിൽസിലേക്ക് വേണ്ടുന്ന രക്തചംക്രമണമില്ല, ബ്ലഡ് വെസൽസിലേക്ക്, ഹാർട്ടിലേക്ക് കൂടുതലായിട്ടും ബ്ലഡ് ഒഴുകുന്നില്ല. ഹാർട്ടിലേക്ക് ബ്ലഡും ഓക്സിജനും ന്യൂട്രിയൻസും ഒരുമിച്ച് എത്തിയാലേ ഹാർട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ബ്ലഡ് മാത്രം ചെന്നാൽ പോലെ, ബ്ലഡിൽ ന്യൂട്രിയൻസ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഒരേപോലെ ചെന്നാലേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ബ്ലഡോ അല്ലെങ്കിൽ വേണ്ട അളവിൽ ഓക്സിജനോ എത്തിയിട്ടില്ലെങ്കിൽ ഇസ്കീമിയ ഉണ്ടാവും, കാർഡിയൽ ഇസ്കീമിയ എന്ന് പറയും. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക കേസിലൊക്കെ നമ്മൾ കാണുന്ന കാർഡിയൽ എൻജൈനയാണ്. നോട്ട് ഗെറ്റിംഗ് ഇനഫ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ. ബ്ലഡ് ഫ്ലോ ഉണ്ടാവും, പക്ഷെ ആ ബ്ലഡിൽ വേണ്ട അളവിൽ ന്യൂട്രിയൻസ് ഇല്ല, അതേപോലെ തന്നെ ഓക്സിജനും ഇല്ല. അത് കാർഡിയൽ എൻജൈന എന്ന് പറയും. പിന്നെ പറയുന്നത് സ്റ്റെനോസിസ്, ആർട്ടേറിയൽ സ്റ്റെനോസിസ് എന്ന് പറയും. അയോർട്ട ചുരുങ്ങി പോവുക, പ്രധാന രക്തധമനികളിലായിട്ടുള്ള അയോർട്ട ചുരുങ്ങി പോവുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹാർട്ടിൽ വേറൊരു കാര്യമുണ്ട്, ഹാർട്ടിന് അവിടെ ഫ്ലൂയിഡ് ഉണ്ട്. ഹാർട്ട് ഘടിപ്പിച്ചിട്ടുള്ളത് ഈ ലങ്സിന്റെയും ഡയഫ്രത്തിന്റെയും നടുവിലാണ്. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വാരിയല് എന്ന് പറയും. നമ്മൾ ലങ്സിന്റെ ഡയഫ്രത്തിന്റെ നടുവിലാണ് ഈ സാധനം ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഡയഫ്രം ഭയങ്കര സ്ട്രോങ്ങസ്റ്റ്, എന്താ പറയുക, ലങ്സും ഡയഫ്രം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ബോണാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ പിടിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു കുത്തൊക്കെ കുത്തിയ ഡയഫ്രം പൊട്ടിപ്പോയ ഹാർട്ടിനകത്തേക്ക് തുളച്ചു കയറും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലൂയിഡ് നിറച്ചിരിക്കുന്നത്. ഹാർട്ടിന്റെ പുറത്ത് ഫ്ലൂയിഡ്സ് ഉണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയും. അത് ലൂബ്രിക്കേറ്റ് ചെയ്യാണ്, അത് ഹാർട്ടിന് ലങ്സിൽ നിന്നും ഡയഫ്രത്തിൽ നിന്നും എന്താ പറയുക ഡാമേജ് വരാതിരിക്കാനായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താ പറയുക, ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് കൊണ്ട്. അതേപോലെ തന്നെ ഹാർട്ടിൽ 3 മസിൽസ് ഉണ്ട്. ഹാർട്ടിന്റെ ഹാർട്ട് സെൽസ് ഒരു മസിലാണ്, അതാണ് മയോകാർഡിയം എന്ന് പറയും. അതേപോലെ തന്നെ എപ്പികാർഡിയം എന്ന് പറയും, ഹാർട്ട് സെൽസിന്റെ പുറമേ ഉള്ള ഒരു തോടുണ്ട്, ഒരു കവറിംഗ് ഉണ്ട്, അവിടെയാണ് എപ്പികാർഡിയം എന്ന് പറയും. അതേപോലെ തന്നെ എൻഡോകാർഡിയം, ഇൻസൈഡ് പോർഷൻ ഓഫ് ദ ഹാർട്ട്, അത് എൻഡോകാർഡിയം എന്ന് പറയും. ഈ മെയിൻ ആയിട്ടും എപ്പികാർഡിയം എൻഡോകാർഡിയത്തിലും ഒരു പക്ഷേ വലിയ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഹാർട്ട് മസിൽസ് ആണ്. അതാണ് നേരത്തെ പറഞ്ഞത് MI എന്ന് പറയും. മയോകാർഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫാക്ഷൻ, സെൽ ഡെത്ത് ഉണ്ടാവുന്നത്. ബ്രെയിൻ സെൽ ഡെത്ത് ആണ് നമുക്ക് സ്ട്രോക്ക്, അൽഷൈമേഴ്സിലൊക്കെ എത്തിക്കുന്നതെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് കാർഡിയക് മസിൽസ് എന്താ പറയുക ഡെത്തിനാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വേറെ സംഗതിയാണ് മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ന് മെഡിക്കൽ സയൻസ് എന്തെന്നാ അറിയില്ല, ഏറ്റവും കൂടുതൽ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ. മൈറ്റോകോൺഡ്രിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല വെൽനസിലും നിങ്ങൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടോ മൈറ്റോകോൺഡ്രിയ? എന്താണ് ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞ സാധനം? എന്താ ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്? ഈ സെൽസിന് ഊർജ്ജം, എല്ലാ നമ്മൾ ഹ്യൂമൻ ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സെൽസിന്റെ നമ്മൾ വിശേഷിപ്പിക്കുക, യെസ് താങ്ക് യു, പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് മൈറ്റോകോൺഡ്രിയ. കോശങ്ങൾക്ക് കൂടുതൽ ഊർജം കൊടുക്കും, കൂടുതലല്ല, കോശങ്ങൾക്ക് 80% ഊർജം കിട്ടുന്നത് ഈ സൈറ്റോപ്ലാസത്തിൽ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള മൈറ്റോകോൺഡ്രിയയിലാണ്. അത് നമ്മളെ ദൈവം ഏറ്റവും കൂടുതൽ മൈറ്റോകോൺഡ്രിയ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ണിലെ കോശങ്ങൾക്ക്, തലച്ചോറിലെ കോശങ്ങൾക്ക്, ഹാർട്ടിന്റെ കോശങ്ങൾക്ക്, കിഡ്നിയുടെ കോശങ്ങൾക്ക്, ലിവറിന്റെ കോശങ്ങൾക്ക്, പാൻക്രിയാസിലെ കോശങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മൈറ്റോകോൺഡ്രിയ പിടിപ്പിച്ചിരിക്കുന്നത്. അത് ഏറ്റവും അളവിൽ കൂടുതലുള്ളത് ഹാർട്ട്, ബ്രെയിന്, ഐസ് ആൻഡ് കിഡ്നീസ്. ഹാർട്ട്, ബ്രെയിൻ, ഐസ് ആൻഡ് കിഡ്നീസ്, കണ്ണ് ആൻഡ് കിഡ്നീസ്. അതുകൊണ്ടാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കൂടുതൽ മൊബൈൽ ഫോൺ നോക്കിയിട്ട് കിടന്നുറങ്ങാൻ പാടില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ കണ്ണിൽ ഏറ്റവും കൂടുതൽ മൈറ്റോകോൺഡ്രിയ ഉണ്ട്. മൈറ്റോകോൺഡ്രിയ കിടന്നുറങ്ങുന്ന സമയത്ത് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ളതാണ്. ഡിം ലൈറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ കാണാതിരിക്കുക.
ഓക്കെ, അത് വേറെ വിഷയം. അപ്പോൾ ഹാർട്ടിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് സെൽസിൽ 5000 കൂടുതൽ മൈറ്റോകോൺട്രിയ ഉണ്ടെന്നാ പറയുന്നത്. ഒരു സെൽസിന്റെ ഉള്ളിൽ 5000 കൂടുതൽ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു ഇമാജിൻ ഹൗ മച്ച് ഓഫ് ഹോഴ്സ് പവർ ദ ഹാർട്ട് സെൽ നീഡ്സ്? എത്രമാത്രം കുതിരശക്തിയാണ് ഒരു ഹാർട്ടിന്റെ സെൽസിന് വേണ്ടതെന്ന് വെച്ചാൽ യു ജസ്റ്റ് കാൺട്ട് ഇമാജിൻ. 5000 കൂടുതൽ മൈറ്റോകോൺട്രിയ ഒരു കോശത്തിന്റെ ഉള്ളിൽ. അങ്ങനെ എത്ര കോടാനുകോടി കോശങ്ങൾ ഉണ്ടാവും ഹാർട്ട് സെൽസിൽ? ഇവയിലെല്ലാം എത്ര മൈറ്റോകോൺട്രിയ ഉണ്ടാവും? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ നമ്മൾ 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൈറ്റോകോൺട്രിയൽ പ്രൊഡക്ഷൻ കുറയും. കാരണം ഈ മൈറ്റോകോൺട്രിയൽ പ്രൊഡക്ഷൻ കുറയാനുള്ള ഒരു കാരണം ഒരു ന്യൂട്രിയന്റിന്റെ കുറവാണ്. സിംഗിൾ ന്യൂട്രിയന്റ്. ഏത് ന്യൂട്രിയന്റ് എന്ന് പറയാൻ പറ്റുമോ? Can anyone quote? കോഎൻസൈം Q10 എന്ന് പറയുന്ന ഒരു സാധനം. ഇതൊരു സിംഗിൾ ന്യൂട്രിയന്റ് ആണ്. ഇത് നൈദർ വൈറ്റമിൻ നൈദർ മിനറൽ, ഇതൊന്നുമല്ല. വൈറ്റമിൻ അല്ല, മിനറൽ അല്ല, ഇറ്റ്സ് എ ന്യൂട്രിയന്റ്. കോഎൻസൈം Q10 ആണ് മൈറ്റോകോൺട്രിയന്റെ ഭക്ഷണം, മൈറ്റോകോൺട്രിയന്റെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു സാധനം ഈ കോഎൻസൈം Q10 ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ എപ്പോഴും കോഎൻസൈം Q10 കമ്പയർ ചെയ്യാറ്, നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടാവും. അതില് മോഹൻലാലും തിലകനും ആദ്യം എന്താ പറയാ കാണുന്ന, ഫേസ് ടു ഫേസ് കാണുന്ന ഒരു രംഗമുണ്ട് അല്ലേ? ആ ഊഞ്ഞാലാടി മോഹൻലാൽ നടന്നു വരും, എവിടെയോ കണ്ട കാഴ്ചയുണ്ടല്ലോ അല്ലേ? ആ സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ ആ പ്രാന്തിന് ചികിത്സിക്കാൻ വന്ന ഡോക്ടറാന്ന് പറയും. അപ്പൊ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. തിരുമേനി എന്നെ മറന്നു എന്ന് പറയും മോഹൻലാൽ. ഓർമ്മയുണ്ട് ആ സീന്? 10 തലയാവന്, തനി രാവണൻ, ആളെ ശരിക്കും തിരിച്ചറിയില്ല അല്ലേ എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ട് തിലകൻ മോഹൻലാലിനെ. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് മോഹൻലാലിനോട് ഐഡന്റിഫൈ ചെയ്ത എന്താണ് മോഹൻലാൽ എന്നുള്ളത് ശരിക്കും തിരിച്ചറിഞ്ഞത് തിലകനും എന്താ പറയാ നെടുമുടി വേണു ഇന്നസെന്റ് തിരിച്ചറിഞ്ഞ അപ്പോഴാണ്. അതേപോലത്തെ സംഗതിയാണ് ഇവന്റെ എന്താണ് ഇവൻ എന്നുള്ളത് ഇന്നെങ്കിലും തിരിച്ചറിയുക. ആര്? കോഎൻസൈം Q10. പല ആൾക്കാരും നിഗ്ലക്ട് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് കോഎൻസൈം Q10. ഐ വുഡ് റാദർ സേ ഇഫ് യു ആർ അബൌട്ട് 30, 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഹാർട്ടിനെയും ബ്രെയിനിനെയും ലിവറിനെയും ലങ്സിനെയും കിഡ്നിനെയും പാൻക്രിയാസിനെയും കണ്ണിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് കോഎൻസൈം Q10 അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അത്രയ്ക്ക് വിലപ്പെട്ട ന്യൂട്രിയന്റ് ആണ്. എന്താ പറയാ, 10 തലയാണ്, തനി രാവണനാണ്. അതാണ് ഈ സാധനം. ആര്? കോഎൻസൈം Q10. ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ കോഎൻസൈം Q10 കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ദാറ്റ്സ് വാട്ട്. ഇത് എന്താ പറയാ, ഇതിന്റെ എഫക്ട് ശരിക്കും നിങ്ങൾ കഴിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എക്സസൈസ് പെർഫോമൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് ബ്രെയിനിനും ഹാർട്ടിനും കിഡ്നിക്കും ലങ്സിനും ഒക്കെ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് Q10. അപ്പോൾ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ആണ് ഈ പറയുന്ന ഹാർട്ട് ഫെയിലിയറിനും ബ്രെയിൻ ഫെയിലിയറിനും സ്ട്രോക്കിനും ഈവൻ റെറ്റീനൽ ഡാമേജിനും കണ്ണിന്റെ കാഴ്ചശക്തിക്കും വരെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ആണ്. അപ്പോൾ മൈറ്റോകോൺട്രിയനെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനെപ്പറ്റി പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അത്രയ്ക്ക് വലിയൊരു ടോപ്പിക്കാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു സംഗതിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും എഴുതി തള്ളിക്കളയുന്ന ഒരു സാധനമാണ് ഹോമോസിസ്റ്റൈൻ. വാട്ട് ഈസ് ഹോമോസിസ്റ്റൈൻ? ഹോമോസിസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ് ദോഷം ചെയ്യുമോ? നമ്മൾ കേട്ടിട്ടുള്ളത് അമിനോ ആസിഡ് എല്ലാം നല്ലതല്ലേ, ശരിയല്ലേ? ശരീരത്തിൽ എത്ര അമിനോ ആസിഡ് വേണം? 26, 27 എണ്ണം വേണം. അതിൽ 9-10 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള 14-15 അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് കിട്ടുന്നുണ്ടെന്നുള്ള ബാലപാഠങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ അമിനോ ആസിഡ് എങ്ങനെ ദോഷം ചെയ്യുക? ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവുന്നു തീവ്രവാദി ആവുന്നു തീരുമാനിക്കേണ്ടത് എവിടെ ജീവിക്കുന്നത് ആശ്രയിച്ചിട്ടാണ്, ശരിയല്ലേ? ഈ ഹോമോസിസ്റ്റൈൻ എന്ന് പറയുന്ന സാധനം മെഥിയോനൈൻ ആൻഡ് സിസ്റ്റൈൻ എന്ന് പറയുന്ന 2 അമിനോ ആസിഡ് വിഘടിച്ചിട്ടാണ് ഹോമോസിസ്റ്റൈൻ ഉണ്ടാവുന്നത്. അതായത് ഒരു വ്യക്തി തീവ്രവാദി ആവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീവ്രവാദ ക്യാമ്പിലേക്ക് പോകുന്നത് വരെ വ്യക്തി നല്ല വ്യക്തിയായിരുന്നു. എന്നാണോ ആ ക്യാമ്പ് പോയിട്ട് പരിശീലനം തുടങ്ങിയത് അന്ന് മുതൽ ആ വ്യക്തി ടെററിസ്റ്റ് മനോഭാവക്കാരനായി. അതേപോലെയാണ് ഈ മെഥിയോനൈനും സിസ്റ്റൈനും. മെഥിയോനൈനും സിസ്റ്റൈനും പ്രോപ്പറായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് മെറ്റബോളൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈവൻ ഹോമോസിസ്റ്റൈൻ ആയിട്ട് കൺവെർട്ട് ആവും. ഈ ഹോമോസിസ്റ്റൈൻ്റെ വേറെ ദോഷമുണ്ട്. ഹോമോസിസ്റ്റൈൻ ഒരു മെറ്റബോളിക് വേസ്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ മെറ്റബോളിക് വേസ്റ്റ് ഉണ്ട്. TMAO എന്ന് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റബോളിക് വേസ്റ്റ് ആണ് TMAO. അതൊക്കെ ഹാർട്ട് ഫങ്ഷൻസിനും സ്ട്രോക്കിനൊക്കെ പ്രധാന കാരണമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ ഈ കഴിക്കുന്ന ഈ പറയുന്ന എന്താ പറയാ ബേക്കറി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഈ പാക്കറ്റ് ഫുഡൊക്കെ ഇല്ലേ, നമ്മൾ ഈ ചിപ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ. അപ്പൊ അങ്ങനത്തെ സാധനം, പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും എടുത്ത് പറയുന്നില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഹോമോസിസ്റ്റൈൻ്റെ അളവ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ, പുവർ ക്വാളിറ്റി ആയിട്ടുള്ള ഓയില്,
ആൽക്കഹോള്, സ്മോക്കിങ്, സ്ട്രെസ്, ഇതൊക്കെ നമുക്ക് ഹോമോസിസ്റ്റൈൻ കൂടുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് ആയിട്ട് വരും. അതിന് ഹോമോസിസ്റ്റൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കൊളസ്ട്രോൾ മാത്രം ചെക്ക് ചെയ്താൽ മതിയാകില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പിന്നെ പ്രധാനമായിട്ടും ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നു. ബ്ലഡ് ക്ലോട്ട്സ് നമുക്ക് പലപ്പോഴും ബ്ലഡ് ക്ലോട്ട്സ് നമുക്ക് വരാം ലങ്സിൽ. നമ്മൾ പ്രത്യേകിച്ചും ശ്വാസമുട്ടൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടൽ, വീസിങ്, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പൾമനറി എംബോളിസം എന്ന് പറയും. ദാറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്. ബ്രെയിനിൽ നമുക്ക് എന്തുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാം. ഹാർട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും ബ്ലോക്ക് വരാം. ഇതൊക്കെ നമുക്ക് ക്ലോട്ടിങ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ഫാറ്റി ലിവർ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ഫാറ്റി ലിവർ എന്ന് പറയുന്ന സാധനം ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഫാറ്റി ലിവർ ഹാർട്ട് ബ്ലോക്ക്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കുന്ന പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും. CKD, ഹാർട്ടിന്റെ അനിയൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഓർഗനാണ് നമ്മുടെ കിഡ്നി. കിഡ്നി ഡിസീസ് കുറെ കാലം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഹാർട്ട് പ്രോബ്ലം വരാം. ഹാർട്ട് ഡിസീസ് കുറെ കാലം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ CKD വരാം, ക്രോണിക് കിഡ്നി. ഹാർട്ട് ആൻഡ് കിഡ്നീസ് ആർ പരസ്പര പൂരകങ്ങളാണ്. പ്രത്യേകിച്ചും ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ആൻഡ് ഹാർട്ട് ആർ ഇൻ ഡീപ് ട്രബിൾ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ യുവർ കിഡ്നി ആൻഡ് ഹാർട്ട് ആർ ഇൻ ഡീപ് ട്രബിൾ. അപ്പോൾ വളരെ കെയർ ചെയ്യുക, ബ്ലഡ് പ്രഷറിനെ കഴിയുന്നതും മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ അതേ ഇമ്പോർട്ടൻസോടുകൂടി ചെയ്യേണ്ട സംഗതിയാണ് ബ്ലഡ് ഷുഗറിനെ മാനേജ് ചെയ്യുക. ബ്ലഡ് ഷുഗർ എന്താണ്? ബ്ലഡ് ഷുഗർ നമ്മൾ വാട്ട് ഈസ് ഡയബറ്റീസ്? ബ്ലഡ് ഷുഗർ ആണോ? പലപ്പോഴും നമ്മൾ പല കാര്യം പറയാറുണ്ട് സൈലന്റ് അറ്റാക്കിന് കാരണം ഡയബറ്റീസ് ആണ്, സൈലന്റ് അറ്റാക്കിന്റെ പ്രോബ്ലം ബ്ലഡ് ഷുഗർ ആണ്. ബ്ലഡ് ഷുഗർ ആണോ ആക്ച്വലി പ്രോബ്ലം ഉണ്ടാക്കുന്നത്? ഷുഗർ ആണോ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, അല്ല വേറെ എന്തോ ഒരു സംഗതിയാണോ പ്രോബ്ലം? വാട്ട് ഈസ് കോസിങ് ദ റിയൽ പ്രോബ്ലം? ദ റിയൽ പ്രോബ്ലം നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം മാത്രം സംസാരിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സമയമില്ല. എന്താണ് ആക്ച്വലി വാട്ട് ഈസ് ഡയബറ്റീസ്? എന്തുകൊണ്ടാണ് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഒരു 50% പ്രമേഹ രോഗികൾക്ക് ഹാർട്ട് പ്രോബ്ലം, CKD, കിഡ്നി ഡിസീസ് ഒക്കെ വരാനുള്ള കാരണം എന്താ? ഡയബറ്റീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. CKD വരാനുള്ള കാരണം, കിഡ്നി ഡിസീസ്, കിഡ്നി ഫെയിലിയർ വരാനുള്ള ഒരു കാരണം പ്രൊലോങ്ഡ് ഡയബറ്റിക് ആണ്. പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് രക്തത്തിൽ ഷുഗർ ലെവല് കൂടി ഉണ്ടെങ്കിൽ കിഡ്നിയുടെ കിഡ്നിയുടെ ഒരു അരിപ്പയാണ്, നെഫ്രോൺ സെൽസ് എന്ന് പറഞ്ഞ അരിപ്പയാണ്. ഈ അരിപ്പയിൽ തുരുമ്പുടിക്കുന്ന പറഞ്ഞാൽ റസ്റ്റ്, അത് ഫ്രീ റാഡിക്കൽ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് കിഡ്നിക്ക് എന്താ പറയുക, വേസ്റ്റിനെ പുറന്തള്ളി കളയാൻ ഫിൽട്ടർ ചെയ്യാൻ കപ്പാസിറ്റി കുറഞ്ഞു വരും. കാരണം എന്താ, ഇതെപ്പോഴും ഫിൽട്ടർ ചെയ്ത് 24 hours നിങ്ങൾ AC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ AC പൊടി കയറും. ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യേണ്ടി വരും. സാധാരണ നിങ്ങൾ AC 6 മാസം കൊണ്ടാണ് സർവീസ് ചെയ്യുമെങ്കിൽ 24 മണിക്കൂർ നിങ്ങൾ AC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ 2 മാസം കൊണ്ടൊക്കെ സർവീസ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ AC ആയതുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്യുന്നു. ഇവിടെ കിഡ്നീനെ ആരാ സർവീസ് ചെയ്യുന്നത്? ഹൂ ഈസ് സർവീസിങ് യുവർ കിഡ്നീസ്? നോബഡി ഈസ് ഡൂയിങ് ദാറ്റ്. നമ്മളെ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും നമ്മൾ സർവീസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ കിഡ്നിനെയും ഹാർട്ടിനെയും ലിവറിനെയും ബ്രെയിനും ഒന്നും ആരാ സർവീസ് ചെയ്യുന്നത് വെച്ചാൽ നത്തിങ് ഈസ്, നോബഡി ഈസ് ഡൂയിങ് ഫോർ ദാറ്റ്, നോബഡി ഈസ് കെയറിങ് ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ, ക്രോണിക് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാക്കുന്നു. ക്രോണിക് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ഹാർട്ടിനെ ഡാമേജ് ഉണ്ടാക്കുമോ? ഹാർട്ടിനെ ആക്ച്വലി ഡാമേജ് ചെയ്യുന്നത് കിഡ്നിയാണ്, ഗ്ലൂക്കോസ് ആണോ ഇൻസുലിൻ ആണോ? പല ആൾക്കാരും, ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ് ഫെഡപ്പ് ആയ ഒരു സംഗതിയാണ്, ഗോ ആൻഡ് ചെക്ക് യുവർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ഗോ ആൻഡ് ചെക്ക് യുവർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ഗോ ആൻഡ് ചെക്ക് യുവർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ. നിങ്ങളൊന്ന് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യൂ സുഹൃത്തെ എന്ന് പറഞ്ഞ് മടുത്ത്, നിങ്ങളും കേട്ട് മടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. വൈ? ബിക്കോസ് ദിസ് ഈസ് ദ റിയൽ വില്ലൻ. നമ്മളെ ശരീരത്തിന്റെ മെറ്റബോളിക് സിൻഡ്രോം തകർക്കാനുള്ള ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്ന സാധനം ഇൻസുലിനാണ്. എങ്ങനെയാണ് ഇൻസുലിൻ വില്ലൻ ആവുന്നത്? ഇൻസുലിന്റെ റോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു 10 minutes ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് കിടക്കാം. നമ്മളെ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് റിയൽ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്താണ് ഇൻസുലിന്റെ റോൾ? എന്താ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം അതാത് കോശങ്ങളിലേക്ക് എത്തിക്കുന്ന പണിയാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ശരിയല്ലേ? ആഹാരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്നോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഗ്ലൂക്കോസിന് എത്തിക്കുന്ന ഒരു കാരിയറാണ് ആര്? ഇൻസുലിൻ. എവിടെ എത്തിക്കുന്നത്? അതാത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസിന് സ്വമേധയാ യാത്ര ചെയ്ത് പോകാൻ അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഗ്ലൂക്കോസിന്റെ വാഹിനിയാണ് ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇന്നത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഡയറ്റ് എന്താ? രാവിലെ നമ്മൾ കഴിച്ചത് എന്താ? ഇഡ്ഡലി, ആപ്പം, പുട്ട്, ദോശ. ഉച്ചയ്ക്ക് കഴിച്ചത് എന്താ?
ചോറ് തന്നെ വൈകുന്നേരം കഴിച്ച് ബിസ്ക്കറ്റ് മറ്റേത് മറിച്ചത് റസ്ക് ചായന്റെ കൂടെ അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതിൽ കടികൾ രാത്രി കഴിക്കുന്നത് രാത്രി ചപ്പാത്തിയാണ് സാറേ. അത് കൂനിന്മേൽ കുരു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. കാരണം എന്താ, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വൈറ്റ് ഗ്രെയിൻസ് ആണ് കഴിക്കുന്നത്, രാത്രി കഴിക്കുന്നത് ഗ്ലൂട്ടനും. ഗോതമ്പിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്, വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ അതിനേക്കാൾ വിശേഷമാണ്, ഓട്ടോമ്യൂൺ ഡിസോർഡർ തേടി വരും. കാരണം ഗ്ലൂട്ടൻ കഴിച്ചാൽ പ്രശ്നം എന്താ അറിയോ, ഗ്ലൂട്ടൻ നമ്മളെ ആമാശയത്തിലുള്ള കുറെ ഗേറ്റ് കീപ്പർമാരുണ്ട്, സോണുലിൻ എന്ന് പറയും. ഈ ഗേറ്റ് കീപ്പർമാരെ മൊത്തം മയക്കി കളയും. ഗേറ്റ് കീപ്പർമാരെ മാറ്റി കളഞ്ഞാല് കോശങ്ങൾ മയങ്ങി കിടക്കും. കോശങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്തോ ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നിട്ടുണ്ടെന്ന് കയറി ആരെ അറ്റാക്ക് ചെയ്യുന്ന ഈ കോശം? അവനവന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അവനവന്റെ കോശത്തിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതാണ് ഓട്ടോമ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മൾ റൊമാറ്റോയ്ഡ് ആർത്തറൈറ്റിസ്, ലൂപ്പസ്, അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഇസ് എ ഓട്ടോമ്യൂൺ ഡിസോർഡർ. ഹാർട്ട് ഡിസീസ് ടു എൻ എക്സ്റ്റെന്റ് ഇസ് എൻ ഓട്ടോമ്യൂൺ ഡിസോർഡർ ആൻഡ് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ. നീർക്കെട്ട് കൊണ്ടും വരാം, ഓട്ടോമ്യൂൺ ഡിസോർഡർ കൊണ്ടും വരാം. ഇതൊക്കെ ഓട്ടോമ്യൂൺ ഡിസോർഡറുടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മള് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മള് എന്താ പറയാ, ഇൻസുലിന്റെ റോള് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ അതേ കോശത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ കൂടുതൽ കഴിക്കുന്ന ആഹാരം എന്താ? കൂടുതൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ധാന്യാഹാരങ്ങളാണ് അല്ലെ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി ഒക്കെ കഴിക്കുന്നത് ധാന്യാഹാരങ്ങളാണ്. വളരെ കുറച്ച് പച്ചക്കറിയും വളരെ കുറച്ച് പഴങ്ങളും, അതും സീസണലായിട്ട് കിട്ടിയ ഭാഗ്യം, അത് പോക്കറ്റിൽ ഒതുങ്ങണം ഒക്കെ വേണ്ടേ. അപ്പോൾ നമ്മളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ, ശരിയല്ലേ? അപ്പം ഇത് സംഭവിക്കണം എന്താ, ടൂ മച്ച് ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കും തോറും ശരീരം എന്താ ചെയ്യുന്നത്, ഈ ഗ്ലൂക്കോസിനെ അതാത് കോശങ്ങളിലേക്ക് എത്തിക്കേണ്ട പണി ആരെ ഏൽപ്പിച്ചത്? ഇൻസുലിനെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ ഈ ശരീരം എന്ത് ചെയ്യും, കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും, ശരിയല്ലേ? അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി സംഭവിക്കുക എന്താ വെച്ചാൽ, ശരീരത്തിൽ ആദ്യം കൂടുന്നത് ഇൻസുലിൻ ആണോ ഗ്ലൂക്കോസ് ആണോ? മഞ്ഞയാണോ മുട്ടയാണോ കോഴിയാണോ മുട്ടയാണോ? ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, ശരിയല്ലേ? ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, ആദ്യം കൂടുന്നത് ഇൻസുലിനാണ്. കാരണം എന്താ, നിങ്ങൾ നല്ല പ്രായം, നിങ്ങൾ 20 വയസ്സ് 25 വയസ്സ് പ്രായത്തിൽ ഒന്ന് പോയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യും മോനെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയി ചെക്ക് ചെയ്യോ? ഇല്ല. ഈവൻ എന്തിനാ ഗ്ലൂക്കോസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്? ഇവന് ഡയബറ്റീസ് ഒന്നുമില്ല, എന്തിനാ 25 വയസ്സിൽ നീ പോയി കളിക്കണം മോനെ, നീ കഴിക്കടാ, നീ ഇഷ്ടമുള്ള കഴിക്കടാന്ന് പറയും, ശരിയല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു. നിങ്ങളെ ചെറുപ്പകാലത്ത് നിങ്ങൾ 15 വയസ്സ് 18 വയസ്സല്ലേ നിങ്ങളെ ഫോട്ടോ എടുത്ത് നോക്ക്. നിങ്ങളെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ ബോഡി വെയിറ്റ് എന്തായിരുന്നു? നിങ്ങളെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ബോൺ വെയിറ്റും മസിൽ വെയിറ്റും മാത്രമായിരുന്നു. അന്ന് ഫാറ്റ് ഇല്ലായിരുന്നു, കൊഴുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. 20 വയസ്സ് 22 വയസ്സ് 25 വയസ്സൊക്കെ ആയി നിങ്ങൾ ഈ പറയുന്ന ദിനചര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിങ്ങൾ ജോലിയിലേക്ക് എത്തിയ സമയത്ത് സംഭവിക്കുക എന്താ, അപ്പോഴും നിങ്ങൾ ആഹാരം കഴിക്കുന്ന ഇതേ പോർഷൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഗ്രെയിൻസിന്റെ അളവ് കൂടുന്നു, ഇൻസുലിന്റെ അളവ് കൂടും. ഇൻസുലിന്റെ അളവ് കൂടുന്നത്, ഇൻസുലിൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം എന്താ, കൂടുതലായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കയറുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസിനെല്ലാം മെറ്റബലൈസ് ചെയ്യാനായിട്ട് ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തും. അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ എക്സസ് ആയിട്ട് ഇൻസുലിൻ അവിടെ കിടക്കും. ഗ്ലൂക്കോസ് എല്ലാം എന്താ പറയാ കോശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് മെറ്റബലൈസ് ചെയ്യും, ശരീരത്തിൽ ഗ്ലൂക്കോസ് ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയാവുന്ന ആരാ? ഇൻസുലിനാണ്. അപ്പൊ വീണ്ടും നമ്മൾ ചപ്പാത്തിയും ചോറും പുട്ടും ദോശയും ആപ്പവും ഇഡലിയും ഒക്കെ കഴിക്കുന്നത് വീണ്ടും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, എല്ലാ ഗ്ലൂക്കോസിനെയും കയറ്റി വിടും, ഇൻസുലിൻ കുറെ പിന്നെ അടഞ്ഞുകൂടും. ഇങ്ങനെ അടഞ്ഞുകൂടി ഒരു 35-40 വയസ്സാകുമ്പോഴത്തേക്കും ഇൻസുലിന്റെ അളവ് കൂടുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ വയറിലെ കൊഴുപ്പ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും, ബട്ടക്സിലെ കൊഴുപ്പ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഇവിടെ ഫാറ്റ് കൊഴുപ്പ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ലേഡീസ് ആണെങ്കിൽ കൂടുതൽ ഈ ഹിപ്പിലും ഇവിടെയൊക്കെ ഗ്ലൂട്ടലും ഇവിടെയൊക്കെ തുടയിലൊക്കെ ഫാറ്റ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആളും മനസ്സിലാക്കാൻ പറ്റും, ഇൻസുലിൻ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ലക്ഷണമാണ്. ഇൻസുലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്നറിയോ? ഇൻസുലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഫാറ്റ് ആണ്. ഇൻസുലിൻ സ്റ്റോഴ്സ് മോർ ഫാറ്റ് ആൻഡ് ഇൻസുലിൻ സ്റ്റോഴ്സ് ഫാറ്റ് ഇൻ റോങ് ഏരിയാസ്. വളരെ ആപത്തുകാരിയാണ്. ഒബേസിറ്റിക്ക് നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് ഇൻസുലിന്റെ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ 3 ടേം നമ്മൾ പറയും: ഇൻസുലിൻ പ്രേമം, ഇൻസുലിൻ വിരക്തി, ഇൻസുലിൻ പ്രളയം എന്ന് പറയും. ഇൻസുലിൻ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലിൻ പ്രേമം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നല്ല പ്രായം 20 വയസ്സ് 25 വയസ്സ് വരെയൊക്കെ, എന്റെയൊക്കെ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ 25-30 വയസ്സ് വരെയൊക്കെ നല്ല പ്രായം. ആ സമയം വരെ നമ്മൾ കളിച്ചിരുന്നു. ഇപ്പോഴത്തെ നല്ല പ്രായം എന്താണെന്നുള്ള എനിക്കറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ മൊബൈൽ ഫോണിലായതുകൊണ്ട് കളികളൊക്കെ വളരെ കുറവാണ്. ഇപ്പോഴത്തെ നല്ല പ്രായം നമ്മുടെയൊക്കെ നല്ല പ്രായം തമ്മിൽ വി ജസ്റ്റ് കാൻറ്റ് ഇമാജിൻ. അപ്പോ ഓക്കെ, എന്തായാലും ഒരു നല്ല പ്രായം ഉണ്ടാവുമല്ലോ നമുക്ക്. ആ നല്ല പ്രായത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസുലിനും മസിൽസും തമ്മിൽ ഭയങ്കര അഫെക്ഷൻ ഇല്ല. ഇവിടെയാണ് മസിൽസിന്റെ റോള് വരുന്നത്. പല ആൾക്കാരും പറയുന്നത് ജിമ്മിലൊന്നും പോരുതിട്ടോ,
ജിമ്മിലൊക്കെ പോയാൽ വേഗം മസിൽ ഉണ്ടാവും. മസിൽ ഉണ്ടാവണം എന്തിനാ? ജിമ്മിൽ പോയാൽ മസിലൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ 6ാമത്തെ റിന്യൂവലാണ് ഞാൻ ജിമ്മിൽ ജൂലൈയിൽ ചെയ്യാൻ പോകുന്നത്. മൈ 6th റിന്യൂവൽ. ഞാൻ മസിൽ ബിൽഡ് ചെയ്യാനല്ല പോകുന്നത്, മസിൽസ് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ആർ നോട്ട് ഓൺലി ടു പെർഫറേറ്റ് ദ ഓർഗൻസ് ബട്ട് ഫോർ ലോഞ്ചിവിറ്റി എന്ന് പറയും. ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി. ദീർഘകാലം ആരോഗ്യത്തോടു കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മസിൽസിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മസിൽസ് ആർ ദ ബെസ്റ്റ് മെറ്റബോളിക് ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല മെറ്റബോളിക് ഓർഗൻ, ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസിനെ കത്തിക്കാൻ ശേഷിയുള്ള ഏക ഓർഗൻ എന്ന് പറയുന്നത് മസിൽസ് ആണ്. തേർഡ്, നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റാവുന്ന ഏക ഓർഗൻ എന്ന് പറയുന്നത് അതും മസിലാണ്. നമുക്ക് ഹാർട്ടിനും ബ്രെയിനിനും ലിവറിനും ഒന്നും ഡയറക്റ്റായിട്ട് നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല, മസിൽസിനെ മാത്രമേ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ്, നിങ്ങളുടെ ബോൺ വെയിറ്റും നിങ്ങളുടെ മസിൽ വെയിറ്റും മാത്രമായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് നമ്മളെ മസിൽസും ഇൻസുലിനും കടുത്ത പ്രേമികളായിരുന്നു. മസിൽസും ഇൻസുലിനും കടുത്ത പ്രേമമുള്ള സമയത്ത് മസിൽ എന്താ ചെയ്യാന്നറിയോ? മസിൽ ഗ്ലൂക്കോസ് നന്നായിട്ട് കത്തിക്കുകയും ചെയ്യും, ഇൻസുലിൻ പ്രൊഡക്ഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇതാണ് മസിൽസിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ ഈ ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നൊക്കെ മാറി നമ്മൾ ജോലി ബിസിനസ് എന്നുള്ള ഘടകത്തിലേക്ക് നമ്മൾ പോയ സമയത്ത് സംഭവിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ മസിലും ഇൻസുലിനും നമ്മളെ കണക്ടിവിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി. മസിൽസിന് പകരം ആര് കയറിയിരുന്ന്? ഫാറ്റ് കയറിയിരുന്നു, കൊഴുപ്പടഞ്ഞു കൂടാൻ തുടങ്ങി. അപ്പൊ മസിൽസിന് പകരം കൊഴുപ്പടഞ്ഞു കൂടിയാൽ മസിൽസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മസിൽസിന് പ്രോപ്പറായിട്ട് മെറ്റബലൈസ് ചെയ്യാൻ പറ്റുമോ ഗ്ലൂക്കോസിന്? ഇല്ല. മസിൽസ് ഇൻസുലിനായിട്ടുള്ള കണക്ടിവിറ്റിയോ കുറഞ്ഞു കൊടുക്കും. അവിടെ സംഭവിക്കെന്താ? മസിലും ഇൻസുലിനും തമ്മിൽ ഡീറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും, വിരക്തി തോന്നും, പ്രേമം പൊളിഞ്ഞു തുടങ്ങും എന്നർത്ഥം. നമ്മള് ലവ് ഡ്രോപ്പായി പോയി എന്നൊക്കെ പറയില്ലേ, ആ പ്രേമം പൊളിഞ്ഞു തുടങ്ങും മസിലും ഇൻസുലിനും തമ്മിൽ. പിന്നെ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ ഇൻസുലിൻ പ്രളയമാണ്. ഒരു 35 വയസ്സ് 40 വയസ്സാകുമ്പോഴത്തേക്കും അമിതമായ ഇൻസുലിൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. കാരണം എന്താ? അത്രയും ഗ്ലൂക്കോസ് കയറി വരികയാണ്. മസിൽസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മസിൽസ് ആകെ റെസ്റ്റ് ചെയ്തിരിക്കുക, മസിൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? നമ്മൾ ഒരു മസിൽ ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, നടക്കുക പോലും ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് 10 പ്രാവശ്യം ഇരുന്നിട്ടെങ്കിലും എണീക്കുന്നില്ല. സ്ക്വാട്ടിങ്ങിന്റെ എഫക്റ്റ് ആണ്, അതെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. സംഭവിക്കുക എന്താ? ഇൻസുലിൻ കൂടുതൽ ഉണ്ടാവും. കൂടുതൽ ഇൻസുലിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഡാമേജ് ആവുക നമ്മളെ ഹാർട്ടാണ്. വൈ? ബിക്കോസ് കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടെങ്കിൽ നമ്മളെ മെറ്റബോളിക് റേറ്റ് തകരും. മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അമിതമായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ആണ്. ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, ഈ ഫാറ്റി ലിവർ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? ഫാറ്റ് ലിവറിന് മാത്രമാണ് കൊഴുപ്പടഞ്ഞു കൂടുന്നത്? അല്ല. ഓവറായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കിഡ്നിയില്, ഹാർട്ടില്, ബ്രെയിനില് എല്ലാത്തിനും കൊഴുപ്പടഞ്ഞു കൂടും. ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമ്മൾ ഫാറ്റി ലിവർ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, കിഡ്നിയിലും ഹാർട്ടിലും നമ്മളൊന്നും കൊഴുപ്പടഞ്ഞു കൂടുന്നു, ഇൻഫ്ലെയിംഡ് ആവുന്നു നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹൈപ്പർ ഇൻസുലിനീമിയ ഈ പറയുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. സ്ത്രീകൾക്കാണെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവുക ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. നിങ്ങൾ നേരിട്ട് ദർശനം ചെയ്യാം, ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഹോർമോൺ ട്രബിൾ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും നിങ്ങൾ ഹൃദയത്തിന് വേണ്ടുന്ന ആരോഗ്യം ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതിയാണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഗട്ട് ബാക്ടീരിയസ്. നിങ്ങളെ ഗട്ടിൽ നല്ല ബാക്ടീരിയാസ് ഇല്ലെങ്കിൽ, നല്ല ബാക്ടീരിയാസ് അല്ല മോശപ്പെട്ട ബാക്ടീരിയാസ് ആണ് വളരുന്നതെങ്കിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട്. ഹൃദയത്തിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ ഏതെല്ലാം ഉൽപ്പന്നമാണ് ഇവിടെ എഫക്റ്റീവ് ആവുന്നത് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ ഗട്ട് ബാക്ടീരിയസിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മളതിലുണ്ട് അല്ലേ? കോംബയോട്ടിക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ കോംബയോട്ടിക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഗട്ട്സിൽ നല്ല ബാക്ടീരിയസ് ഉണ്ടാവുന്നു, അത് നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം വരെ സംരക്ഷിക്കുന്നു. ഗട്ട് ഡിസ്ബയോസിസ്, ഗട്ട് സിംബയോസിസ് എന്നൊക്കെ പറയും. നല്ല ഭക്ഷണം കൊടുത്ത് നല്ല പോഷകാഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗട്ടില് നല്ല സിംബയോസിസ് ഉണ്ടാവും. സിംബയോസിസ് പറഞ്ഞാൽ നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ബാക്ടീരിയസിന് കിട്ടും. അത് നിങ്ങൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് പ്രതിരോധ ശക്തി, ഓട്ടോമ്യൂൺ ഡിസോർഡർ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 സംഗതിക്കും ഗട്ട് ബാക്ടീരിയസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ വരാനുള്ള സംഗതി, മെയിൻ ആയിട്ട് ഇൻഫ്ലമേഷൻ വരാനുള്ള സംഗതി ഓട്ടോമിൻ ഡിസോർഡർ ആണ്. അത് ഹൈപ്പർ ഇൻസുലിനീമിയ ഒരു കാരണമാണ്, ഇൻസുലിൻ പ്രളയം ഒരു കാരണമാണ്. ഇൻഫ്ലമേഷന് നമുക്ക് ഫാന്റാസ്റ്റിക്കൽ നമ്മളിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ന്യൂട്രിയന്റ് ഉണ്ട്, കുർക്കുമിൻ. കുർക്കുമിന് 2 റോൾ ഉണ്ട്. കുർക്കുമിൻ എല്ലാവർക്കും അറിയാം, കുർക്കുമിൻ ഇസ് എൻ ആന്റി ക്യാൻസറസ്. ആന്റി ക്യാൻസറസ് മാത്രമാണോ കുർക്കുമിൻ ചോദിച്ചാൽ അല്ല. കുർക്കുമിന് വേറൊരു റോൾ ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. സോ ഓട്ടോഇമ്യൂൺ ഡിസോർഡറിന്റെ ഒരു ഡിസോർഡർ ആണ് ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ഹാർട്ട് പ്രോബ്ലം. സോ കുർക്കുമിൻ ഇസ് വെരി ഗുഡ് ഫോർ ഹാർട്ട് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. നേരത്തെ നമ്മൾ പറഞ്ഞു എൻഡോത്തീലിയം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ചുവന്ന വര ഹൃദയ ധമനികളിൽ ഉണ്ടാവുന്ന ഒരു കുഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ആ എൻഡോത്തീലിയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പോഷകാഹാരമാണ് കുർക്കുമിൻ. അപ്പൊ എൻഡോത്തീലിയത്തിൽ ഉണ്ടാവുന്ന റപ്ചറാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഹാർട്ടിൽ. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്തുകൊണ്ടോ മെറ്റബോളിക് വേസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. ആദ്യം നിങ്ങൾ പ്രിവെന്റ് ചെയ്യേണ്ടത് എൻഡോത്തീലിയൽ ഹെൽത്ത് ആണ്. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ആണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ എൻഡോത്തീലിയത്തിന് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്താൽ നിങ്ങളുടെ രക്തക്കുഴലിലൂടെ എല്ലാം ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓവിച്ചാലും എന്തെല്ലാം വേസ്റ്റ് ഒഴുകുന്നുണ്ടോ അതേപോലെ നിങ്ങൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും രക്തധമനികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലോക്ക് അടഞ്ഞു കൂടാത്തത്? ദൈവം സഹായിച്ച എൻഡോത്തീലിയൽ സെൽസ് നോർമൽ ആണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവില്ല. ഈ എൻഡോത്തീലിയൽ സെൽസ് റപ്ചർ ആവുന്ന സമയത്താണ് ഇവിടെ മെറ്റബോളിക് വേസ്റ്റ് അടഞ്ഞുകൂടും. അത് കൊളസ്ട്രോൾ മാത്രമല്ല, മറ്റെന്തു വേണമെങ്കിലും ആവാം. നേരത്തെ പറഞ്ഞ ഹോമോസിസ്റ്റൈനോ മെറ്റബോളിക് വേസ്റ്റോ കാൽഷ്യോ അല്ലെങ്കിൽ അമിനോ ആസിഡോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ എൻഡോത്തീലിയൽ ഹെൽത്തിന് ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയന്റ് ആണ് ഇത്, കുർക്കുമിൻ. അപ്പോൾ നമ്മളിപ്പോഴും നമ്മളെ ക്രിൽ ഓയിലിലേക്കോ എലാർജിനയിലേക്കോ നമ്മൾ വന്നിട്ടേ ഇല്ല. അതിന് മുൻപ് തന്നെ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാവുന്ന ഉൽപ്പന്നമാണ് ഒന്ന് കോഎൻസൈം Q10. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഹാർട്ട് ആൻഡ് ബ്രെയിൻ ആർ ഇലക്ട്രിക്കൽ ഓർഗൻസ്. ഡോക്ടർ ബ്രൂസ് ആൻഡേഴ്സൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രൂസ് ആൻഡേഴ്സൺ, ഹു ഇസ് ബ്രൂസ് ആൻഡേഴ്സൺ? മിനറൽ ഡ്രോപ്സിന്റെ ഫൗണ്ടർ ആണ് ബ്രൂസ് ആൻഡേഴ്സൺ. ബ്രൂസ് ആൻഡേഴ്സൺ പറയുന്നത് ഈ ഇലക്ട്രിക്കൽ ഓർഗൻസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ന്യൂട്രിയന്റ് ഉണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് നത്തിങ് ബട്ട് മാഗ്നീഷ്യം. ദ റോൾ ഓഫ് മാഗ്നീഷ്യം. നിങ്ങളുടെ ശരീരത്തിൽ ഞാനും നിങ്ങളും എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ മാഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ന്യൂട്രിയന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് നമ്മളെ ഇലക്ട്രിക്കൽ ഓർഗൻസ്, ഈ ഇലക്ട്രിക്കൽ ഓർഗനായിട്ടുള്ള ബ്രെയിനും ഹാർട്ടിനും ഏറ്റവും എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ്, ഇനി അങ്ങോട്ട് പറയാനില്ല, അറ്റ്മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഒരുക്കി കൊടുക്കുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് മാഗ്നീഷ്യം. ഡോക്ടർ ബ്രൂസ് ആൻഡേഴ്സൺ നമ്മളെ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സിന്റെ ഫൗണ്ടറുടെ മകൻ. അദ്ദേഹം 50-55 കൊല്ലമായി ഈ ഫീൽഡിൽ, മിനറൽ ഡ്രോപ്സിന്റെ ഫീൽഡിൽ. ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഓഫ് ഊത്ത എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള നമ്മളെ CMD എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൽ 50% ഉള്ളത് മാഗ്നീഷ്യമാണ്. അപ്പോ ഒരു മിനറൽ ഡ്രോപ്സ്, നിങ്ങൾ ഒരു 7 ഡ്രോപ്പ് നിങ്ങൾ മിനറൽ ഡ്രോപ്സ് 1 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ 50% മാഗ്നീഷ്യമാണ് കിട്ടുന്നത്. ഡു യു നോ ദ പവർ ഓഫ് മാഗ്നീഷ്യം? ശരീരത്തിൽ 400-ൽ കൂടുതൽ എൻസൈമുകൾ ആക്റ്റീവ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? മാഗ്നീഷ്യത്തിനുണ്ട്. മാഗ്നീഷ്യം ഇസ് ദ റൺ മെഷീൻ. നിങ്ങളെ ശരീരം ഓടാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് മാഗ്നീഷ്യം. There are plenty of minerals available in the universe. Plenty of minerals. More than 108 minerals are founded. ഇനിയും ഒരുപാട് മിനറൽസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. Out of the 100+ minerals, one mineral is most important that saves your heart and brain. That is nothing but magnesium. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിംഗ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഷോപ്പ് ചെയ്യുക? ആന കരിമ്പും തോട്ടത്ത് ഇറങ്ങിയ പോലെ ഉണ്ടാവും, ശരിയല്ലേ? അതേപോലെ നിങ്ങളെ ശരീരത്തിൽ ദാഹിച്ച് വലഞ്ഞു നടക്കുന്ന ശരീരത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുന്ന എഫക്റ്റ് ആണ് ദാഹിച്ച് വലഞ്ഞു നടക്കുന്ന ഹാർട്ടിനും ബ്രെയിനും കുറച്ച് മാഗ്നീഷ്യം കൊടുക്കുക എന്ന് പറയുന്നത്. കണ്ണുമടച്ച് സ്വീകരിക്കുന്നുണ്ടാവും ഈ സാധനം. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന സാധനത്തിന് അമൃതാണ് മാഗ്നീഷ്യം. അമൃത്, ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഹാർട്ട് ബീറ്റ്, ഹാർട്ടിന്റെ സെൽസ്, ഹാർട്ടിന്റെ ഔട്ട്പുട്ട്, ഇതിനെല്ലാത്തിനും സഹായിക്കുന്ന ഒരു സാധനമാണ് മാഗ്നീഷ്യം. കാർഡിയൽ ഔട്ട്പുട്ട് കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മാഗ്നീഷ്യത്തിന്റെ കൂടെ നമ്മൾ കോഎൻസൈം Q10 കൂടെ കൊടുത്താൽ. മാഗ്നീഷ്യം പ്ലസ് കോഎൻസൈം Q10 വിൽ ഇൻക്രീസ് യുവർ കാർഡിയൽ ഔട്ട്പുട്ട്. ഹാർട്ടിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ല ന്യൂട്രിയന്റ് വേറെ ഇല്ല. When you are going for a workout,
നിങ്ങൾ ഒരു 7-8 ഡ്രോപ്പ് നിങ്ങൾ CMT നമ്മൾ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു കോഎൻസൈം Q10 കഴിച്ചിട്ട് നിങ്ങൾ എൻഡുറൻസ് വർക്കൗട്ടും ചെയ്തു നോക്കുക. ഒരു ½ an hour കഴിഞ്ഞിട്ട് നിങ്ങളെ പെർഫോമൻസ് ശരിക്കും കാണാൻ സാധിക്കും, നിങ്ങൾ എടുത്ത് കാണിക്കും. ആൻഡ് മോർ ഓവർ നമ്മളിൽ ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ട് അതിൽ. മെഗ്നീഷ്യം മാത്രമല്ല, അവർ ഒരുപാട് മിനറൽസ് CMT-യിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ഫ്ലോവിനെ നന്നായിട്ട് സഹായിക്കും. സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് മിനറൽസ്, എല്ലാ മിനറൽസും ഫോർ ദാറ്റ് മാറ്റർ. അപ്പോൾ ഈ മിനറൽ ഡ്രോപ്സ് കഴിക്കുന്നതിന്റെ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും വേണ്ട അളവിൽ ഓക്സിജൻ, ബ്ലഡ് ആൻഡ് ന്യൂട്രിയന്റ് ഇത് മൂന്നും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ഓക്സിജനും ബ്ലഡും ന്യൂട്രിയന്റും എത്തിക്കഴിഞ്ഞാൽ ഹാർട്ടും ബ്രെയിനും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുമോ? ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും വേണ്ട അളവിൽ ഇലക്ട്രിക്കൽ കറണ്ട് നന്നായിട്ട് കിട്ടുമോ? ഷോർട്ടേജ് വരുമോ? ഒന്നും വരില്ല. ഷോർട്ട് സർക്യൂട്ട് വരുമോ? ഒന്നും വരില്ല. ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ സാധനമാണ് പെട്ടെന്ന് കുഴഞ്ഞു മരിക്കുക എന്നൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുന്ന ഷോർട്ട് സർക്യൂട്ട് ആണ്. എവിടെയോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഇമ്പൾസ് ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന 2 ന്യൂട്രിയന്റ് ആണ് CoQ10 ആൻഡ് മെഗ്നീഷ്യം. ഓക്കെ, സോ curcumin controls your endothelial function. Coenzyme Q10 and magnesium will increase your heart output. Okay, and വേറൊരു കാര്യം, lungs and heart is directly connected. Kidney and heart disease is directly connected. Fatty liver grade 2 may lead to congestive heart failure. അപ്പോൾ ഫാറ്റി ലിവർ grade 2 ഉണ്ടെങ്കിൽ ലിവറിലെ കൊഴുപ്പ് പോക്കണം, ലിവറിലെ കൊഴുപ്പ് കുറയണം. അപ്പോൾ നമ്മളെ മിൽക്ക് ടിസിൽ നമ്മുടെ ബഡ്കട്ടിയ എന്ന് പറഞ്ഞ ലിവർ ഹെൽത്ത് പോലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാം വൈറ്റ് ഗ്രെയിൻസ് ആണ് കൂടുതൽ. ഇതെല്ലാം ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടഞ്ഞു കൂടുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൺ 1, 2, 3 എക്സസൈസ് കഴിയുന്നതും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടു മച്ച് ഓഫ് ഇൻസുലിൻ ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ഇൻസുലിൻ ആണ് ഈ ശരീരത്തിൽ എല്ലാ പ്രോബ്ലംസും ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മളെ ബോഡി ഫാറ്റ് കൂട്ടുന്നതും നമ്മളെ ന്യൂട്രിയന്റിന്റെ അബ്സോർപ്ഷൻ. വേറൊരു കാര്യം, ഇൻസുലിൻ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ എന്താ പറയുക, ഇത് ഏറ്റവും വലിയ തടസ്സക്കാരനാവുന്നു. പ്രത്യേകിച്ചും പലതരത്തിലുള്ള മിനറൽസ്, പലതരത്തിലുള്ള ആന്റി ഓക്സിഡൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി. വാട്ട് ഈസ് ദ റോൾ ഓഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി ഈസ് ദ നമ്പർ 1 മിനറൽ ഫോർ ഹാർട്ട്, ബ്രെയിൻ, എല്ലാത്തിനും. ഹോർമോൺ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം, എല്ലാത്തിനും വൈറ്റമിൻസിൽ ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് വൈറ്റമിൻ ഡി. ആൻഡ് നിർഭാഗ്യവശാൽ യൂറോപ്യൻസ് എല്ലാം അതിശയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ 365 ദിവസവും വെയിലാണ്, 365 ദിവസം അവിടെ സൺലൈറ്റ് കിട്ടിയിട്ട് 65-70% ഇന്ത്യക്കാർക്ക് എങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായെന്നുള്ള യൂറോപ്യൻസ് അന്താളിച്ച് നിൽക്കുകയാണ്. ഇഷ്ടംപോലെ വെയിൽ കൊള്ളുന്ന നമ്മൾ കുട കൊണ്ടാണ്. ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല, വെറുതെ പറയല്ല. എന്നാണ് എനിക്ക് ഇൻഫർമേഷൻ റെലവെന്റ് ആയിട്ട് കിട്ടിയാൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്നത്, ഞാൻ മാക്സിമം വെയിൽ കൊള്ളാനാണ് ശ്രമിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. കഴിയുന്നതും നമ്മൾ ബോഡി എക്സ്പോസ് ചെയ്ത് വെയിൽ കൊള്ളുക, സ്കിൻ പോർഷൻസും തലയിലും മുഖമൊക്കെ കഴിയുന്നത് എക്സ്പോസ് ചെയ്ത് വെയിൽ കൊള്ളുക. എന്നെ സംബന്ധിച്ച് ബ്യൂട്ടി വേണം, ഭംഗിയെല്ലാം വേണം, ശരിയാണ്, നിറം വേണം, എല്ലാം ശരിയാണ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ എടുക്കുന്നത് വൈറ്റമിൻ ഡി കിട്ടട്ടെ എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഈസ് വെരി ഗുഡ്, സൺഷൈൻ വൈറ്റമിൻ ആണ്. പക്ഷെ എന്നിട്ടും നമുക്ക് വൈറ്റമിൻ ഡി ഷോർട്ടേജ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്തേ പറ്റും. അതേപോലെ തന്നെ യൂറിക് ആസിഡ് വെരി എന്താ പറയാ, ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഹാർട്ട് പ്രോബ്ലത്തിന് നേരിട്ട് ഡയറക്റ്റ് ചാനലാണ്. നമ്മളെ പ്രധാനമന്ത്രിയുടെ എന്താ പറയാ പ്രൈവറ്റ് സെക്രട്ടറി പോലെയാണ്, നമ്മളെ ഹാർട്ടിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അത് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഒക്കെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് ആലോചിച്ച് അന്താളിച്ചു, ഡയറക്ട്ലി കണക്റ്റഡ് ആ സുഹൃത്തെ. അപ്പൊ പല തരത്തിലുള്ള എന്താ പറയാ യൂറിക് ആസിഡ് അല്ലേ എന്ന് നിസ്സാരമായിട്ട് കാണരുത് സുഹൃത്തെ, അതും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മള് ഹാർട്ടിനെ മാത്രം സംരക്ഷിച്ചാൽ മാത്രം പോരാ, ഓവറോൾ നമ്മളെ മെറ്റബോളിസത്തിനെ, ഓവറോൾ നമ്മളെ ബോഡി ഹെൽത്തിനെ, ഓവറോൾ നമ്മളെ ഓർഗൻസിനെ എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത്? ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യണം. ഇൻസുലിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ശരാശരി ഒരു 35-40 വയസ്സ് ഹൈപ്പർ ഇൻസുലിനിയം, ഇൻസുലിൻ പ്രളയം എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, ആ ഇൻസുലിൻ പ്രളയത്തെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നത് കാണാൻ പറ്റും. പല ആൾക്കാരും ഈ വെയിറ്റ് മാനേജ്മെന്റ് സപ്ലിമെന്റിൽ കിടന്ന് ഇങ്ങനെ സർക്കസ് കളിക്കുന്നത് കാണാൻ പറ്റും. വെയിറ്റ് മാനേജ്മെന്റ് സപ്ലിമെന്റ്സ് ആർ ഗുഡ്,
ബട്ട് വെയിറ്റ് മാനേജ്മെന്റ് മാത്രം മതിയാവില്ല, അതിന്റെ കൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണം, ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടണം. ഇൻസുലിന് കോശങ്ങളായിട്ടുള്ള പഴയ അറ്റാച്ച്മെന്റ്, ആ പഴയ സ്നേഹം തിരിച്ചു വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരീരത്തിൽ കൂടുതൽ വ്യായാമങ്ങൾ, സോൺ 3 സോൺ 4 എക്സസൈസ് ഒക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും, കൂടുതൽ മസ്കുലർ ആക്ടിവിറ്റി കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ടി വരും. അതിന്റെ കൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഏത് ന്യൂട്രിയന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്? ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ന്യൂട്രിയന്റ് ഏതാണ്? അതേപോലെ തന്നെ ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ പ്രളയം കുറയ്ക്കാൻ ഏറ്റവും നല്ല ന്യൂട്രിയന്റ് ഏതാ? നമ്പർ 1 മിനറൽ മഗ്നീഷ്യം. മഗ്നീഷ്യം, ക്രോമിയം, സിങ്ക്, സെലീനിയം ആൻഡ് വൈറ്റമിൻ ഡി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 4 സംഗതികളുടെ കൂടെ വൈറ്റമിൻ ഡി കൂടെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു പരിധി, ഒരു 3 to 4 months ഈ 4 ന്യൂട്രിയന്റും വൈറ്റമിൻ ഡി നിങ്ങൾ കഴിച്ചു നോക്കുക, നിങ്ങളെ ബോഡി ഫാറ്റ് വരെ കുറയുന്നത് കാണാൻ പറ്റും, കാർഡിയൽ ഔട്ട്പുട്ട് കൂടുന്നത് കാണാൻ പറ്റും, നിങ്ങളെ പെർഫോമൻസ്, എക്സസൈസ് പെർഫോമൻസ് കൂടുന്നത് കാണാൻ സാധിക്കും. കാരണം എന്താ? ഇതെല്ലാം ഇൻസുലിനാൽ എല്ലാത്തിനും തടയിടുന്നത്, എല്ലാത്തിന്റെയും തടസ്സമിടുന്ന, എടങ്ങാറ് എന്ന് പറയില്ല, നമ്മൾ നാടൻ ഭാഷയിൽ എടങ്ങാറ് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, ഈ എല്ലാ സംഗതികൾക്കും എടങ്ങാറ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഇൻസുലിൻ. ഇതൊരു ചൊറയാന്ന് പറഞ്ഞു, നമ്മൾ നാടൻ ഭാഷയിൽ ചൊറ എന്ന് പറയില്ലേ, ഏറ്റവും വലിയ ചൊറയാണ് ഈ ഇൻസുലിൻ. തൊന്നുമില്ല, തീറ്റിക്കുമില്ല എന്നുള്ള മട്ടാണ്. ഇവരെ ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും. പല പേഷ്യൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്ലഡ് ഷുഗർ ലെവൽ ഭയങ്കര ഹൈ ആണ്, പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കുഴഞ്ഞു പോകുന്നു. ഷുഗർ നോക്കിയപ്പോൾ 500. ആദ്യം ചെയ്യാൻ എന്താ? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ എന്താ? ഇൻസുലിൻ കയറ്റും. ശരിയല്ലേ? ആരാണ് ഇൻസുലിൻ ചെക്ക് ചെയ്യുന്നത് ഇൻസുലിൻ കയറ്റുന്നതിന് മുന്നേ? ഹൂ ഈസ് ചെക്കിംഗ് ഇൻസുലിൻ ബിഫോർ ടേക്കിംഗ് ഇൻസുലിൻ? നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യുന്നത്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് ശരിയാണ്. ഇൻസുലിൻ ചെയ്യുന്ന ഒരാൾ, ഇൻസുലിൻ എക്സ്ട്രാ ആയിട്ട് സപ്ലിമെന്റ് ചെയ്യുന്ന ഒരാൾ, ഇഞ്ചക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇൻസുലിൻ ചെക്ക് ചെയ്യണ്ടേ? നിങ്ങളെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട് സുഹൃത്തെ, നിങ്ങളെ ശരീരത്തിൽ ഇൻസുലിൻ ഇഷ്ടം പോലെയാണ്. ഇൻസുലിൻ ഒരാളെ ശരീരത്തിലും കുറയുന്നില്ല. ടൈപ്പ് 1 ഡയബറ്റീസിനും ടൈപ്പ് 5 ഡയബറ്റീസിനാണ് ഇൻസുലിൻ കുറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ജന്മനാ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. ടൈപ്പ് 5 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ 10 വയസ്സ് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫസി ഈറ്റിംഗ് കൂടിയിട്ട് തോന്നിയ പോലെ തിന്നിട്ട് കുട്ടികൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് ടൈപ്പ് 5 ഡയബറ്റീസ്. ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ടൈപ്പ് 5 ഡയബറ്റീസ് ടിൽ നൗ? നോ, ഉണ്ടാവില്ല ഒരു പക്ഷെ. കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാരകമായ പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ, നേരത്തെ തന്നെ എന്താ പറയാ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു കാരണം ടൈപ്പ് 5 ഡയബറ്റീസ് ആണ്. ഫസി ഈറ്റിംഗ് കൊണ്ടുണ്ടാവുന്നതാണ്. വ്യായാമം ഇല്ലായ്മ, ഫസി ഈറ്റിംഗ്, ഒബേസിറ്റി കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. എല്ലാത്തിനും പ്രശ്നം എടങ്ങാറുണ്ടാക്കുന്ന സാധനം ഇവനാണ്, ഇൻസുലിനാണ്. അപ്പൊ ഇൻസുലിനെ പ്രോപ്പറായിട്ട് മെറ്റബലൈസ് ചെയ്യാനായിട്ട് സിങ്ക്, മഗ്നീഷ്യം, സെലീനിയം, ക്രോമിയം ആൻഡ് വൈറ്റമിൻ ഡി, പറ്റുമെങ്കിൽ വൈറ്റമിൻ സി കൂടെ സപ്ലിമെന്റ് ചെയ്യുക. വൈറ്റമിൻ സി ഞാൻ സപ്ലിമെന്റ് ചെയ്ത് പറയാൻ കാരണം അംബ്ലേനേക്കാൾ എഫക്റ്റീവ് ആവുന്നത് ഡയറക്റ്റ് വൈറ്റമിൻ സി തന്നെ കൊടുക്കുക. അംബ്ല ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു വൈറ്റമിൻ സി. അംബ്ലയിൽ വൈറ്റമിൻ സി ഉണ്ട് ശരിയാണ്, പക്ഷെ നേരിട്ട് വൈറ്റമിൻ സി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് കൂടുതലായിരിക്കും. വൈറ്റമിൻ സിയുടെ നമ്മൾ സബ്ലിംഗ്വൽ സ്പ്രേ ഉപയോഗിക്കുന്ന എഫക്റ്റീവ് ആയിരിക്കും ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടാനായിട്ട്. ഇനി സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം, നമ്മൾ CMDയിൽ മഗ്നീഷ്യം യഥേഷ്ടമുണ്ട്, പക്ഷെ സിങ്ക്, സെലീനിയം മറ്റേതൊക്കെ കുറച്ച് അടങ്ങിയിട്ടുള്ളൂ നമ്മൾ CMDയിൽ. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഏറ്റവും ബെസ്റ്റ് ന്യൂട്രിയന്റ് ആണ് നമ്മുടെ സീബക്തോൺ, സമുദ്രഖനി, മൃതസഞ്ജീവനി. ഹനുമാൻ ലക്ഷ്മണനെ ഇന്ദ്രജിത്ത് വധിച്ച സമയത്ത് ലക്ഷ്മണനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നമ്മളെ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ ഈ സാധനമാണ്. ഏത്? സീബക്തോൺ. സീബക്തോണില് സിങ്ക്, സെലീനിയം, ക്രോമിയം എല്ലാം ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. സോ സീബക്തോൺ പ്രിവെന്റ്സ് യുവർ ഹാർട്ട്. Cbectone prevents your electrical organ in the body. Cbectone contains a lot of zinc, selenium, vitamin C, ക്രോമിയം. വളരെ എഫക്റ്റീവാണ്. ക്രോമിയം മാത്രം സപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നത് കാണാൻ സാധിക്കും. അത്രയ്ക്കും എഫക്റ്റീവ് ആണ് സാധനം. ക്രോമിയത്തിന്റെ കൂടെ മഗ്നീഷ്യവും, സിങ്കും, സെലീനിയം, വൈറ്റമിൻ ഡിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പവർ പാക്കഡ് ആണ്. ഒരു 6 മാസം ഈ പവർ പാക്കഡ് ആയിട്ടുള്ള ഈ 5 ന്യൂട്രിയന്റ് കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ബെറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഹൈപ്പർ ഇൻസുലിനീമിയ, നിങ്ങൾ ഇൻസുലിൻ കൗണ്ട് എത്ര ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇൻസുലിൻ കൗണ്ട് എത്ര ഉണ്ടാവും, പല ആൾക്കാരും ചോദിക്കുന്നത്, സാറേ എത്ര ഇൻസുലിൻ വേണം എന്ന് പറയാറുണ്ട്. ഇൻസുലിനേക്കാൾ കൂടുതൽ അവിടെ ചെക്ക് ചെയ്യേണ്ടത് HOMA-IR എന്ന് പറയും. HOMA-IR എന്ന് പറയും. ഹോമിയോസ്റ്റാറ്റിക് മെറ്റബോളിക് അസസ്മെന്റ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ടെസ്റ്റ് എന്ന് പറയും. HOMA-IR എന്ന് പറയും. HOMA-IR എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കുക.
FBS എടുക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇൻറ്റു ഫാസ്റ്റിംഗ് ഇൻസുലിൻ. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 ആണെന്ന് വിചാരിക്കുക. രാവിലെ പോയി ചെക്ക് ചെയ്ത് ഫാസ്റ്റിംഗ് ഷുഗർ 100 ആണ്. നിങ്ങൾ ഇൻസുലിൻ 10 ആണെന്ന് വിചാരിക്കുക. ഇൻസുലിൻ കൗണ്ട് 10 ആണ്. അതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും ഇൻസുലിന്റെ അളവ് എത്ര വേണം, 24.9 വരെ ആവാം. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ആവൂ, എന്റെ ഇൻസുലിൻ 10 ഉള്ളൂ, 25 വരെ പോവാം എന്ന് നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, സാറേ ഞാൻ എന്റെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ടോ 10 ഉള്ളൂ, നോർമൽ ആണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 ആണ്, സാറേ ഇത് നോർമൽ അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എബിനോർമൽ ആണ്. കാരണം എന്താ, HOMA-IR ഷുഡ് നോട്ട് ബി അബവ് 1.75. ഹൗ ടു കാൽക്കുലേറ്റ് HOMA-IR? ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഇൻറ്റു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഡിവൈഡഡ് ബൈ 405. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എത്ര 100, ഫാസ്റ്റിംഗ് ഇൻസുലിൻ എത്ര 10, 100 × 10 എത്ര 1000, 1000 ഡിവൈഡഡ് ബൈക്ക് മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല, ഹരിക്കുക കുടിക്കുക എന്താ ചെയ്യുക എനിക്കറിയില്ല, എന്തോ ആവട്ടെ, ഡിവൈഡഡ് ബൈ 405 എത്ര ഉണ്ടാവും, ഏകദേശം 2.5 അടുത്ത് എത്തി. എത്രയാണ് ഞാൻ പറഞ്ഞ വാല്യൂ, 1.75. 1.75 കൂടുതലാണെങ്കിൽ നിങ്ങൾ HOMA-IR 1.75 കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ പ്രളയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ശരിക്ക് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രീ ഡയബറ്റിക് ആവും. ഡയബറ്റിക് പോലും അല്ല, പ്രീ ഡയബറ്റിക് ആവും. പ്രീ ഡയബറ്റിക് സിറ്റുവേഷനിൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് സൈലന്റ് അറ്റാക്ക് വരും. സൈലന്റ് അറ്റാക്കിന് നമ്പർ 1 റീസൺ ബ്ലഡ് ഷുഗർ അല്ല, ബ്ലഡ് ഇൻസുലിൻ ആണ്. ഷുഗർ അല്ല, ഷുഗറിനേക്കാൾ കൂടുതൽ എന്താ പറയാ ഈ പറയുന്ന യെസ് ആ ബോട്ടിൽ തന്നെ എക്കോ ഫ്രണ്ട്ലി ബോട്ടിലാണ് ആ കമ്പനിയുടെ. ഓക്കെ, നമ്മൾ പറഞ്ഞ ചാറ്റ് ബോക്സിൽ കഴിഞ്ഞു വന്ന അതിലേക്ക് നോക്കി പോകും. എന്താ നമ്മൾ പറഞ്ഞു വന്ന പ്രവീൺ മറന്നുപോയി, ആ ഫ്ലോ പോയി, ഫ്ലോ പോയല്ലോ. എവിടെ നമ്മൾ പറഞ്ഞു വന്ന, എവിടെ നിർത്തിയേ, വേർ വി സ്റ്റോപ്ഡ്? കൻ എനിവൺ സജസ്റ്റ് വേർ വി സ്റ്റോപ്ഡ്? പ്ലീസ് ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഒന്നും പറയരുത്, ഞാൻ അതിലേക്ക് പോകും, നമ്മൾ ആ ഫ്ലോ നഷ്ടപ്പെടും. എവിടെയാ പറഞ്ഞു നിർത്തി, ആരും ഒന്ന് പറഞ്ഞേ പ്ലീസ്. HOMA-IR, ഓക്കെ, താങ്ക് യു ശാന്തി മേഡം. HOMA-IR ഷുഡ് നോട്ട് ബി അബവ് 1.75. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം കുറയ്ക്കണം? അവിടെ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈസി ആയിട്ട് കുറയ്ക്കാം. 100 ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് കുറയ്ക്കാം. പക്ഷെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യ ശാരീരിക വ്യായാമം നിർബന്ധമാണ്. മസിൽസിന് അറിയണം. സോലിയസ് മസിൽസിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റീൽസിൽ കാണുന്ന സമയത്ത് സോലിയസ് മസിൽസിന് ഇമ്പോർട്ടൻസ്, നിങ്ങളെ കാഫ് മസിൽസിന് ഇമ്പോർട്ടൻസ് കേട്ടിട്ടുണ്ടോ? കാഫ് മസിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. കാഫ് മസിൽസ് നിങ്ങളുടെ എന്താ പറയാ വെയിൻസിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടുന്നുണ്ടാവും, ഹാർട്ടിലേക്കൊക്കെ. അത് നമുക്ക് വെരിക്കോസ് വെയിൻസിനെ വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. ഒരു പരിധി വരെ ശരിയാണ്. കാഫ് മസിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാഫ് മസിൽസ് മാത്രമല്ല, അതേപോലെ തന്നെ എല്ലാ കുറച്ചുകൂടെ വലിയ മസിലാണ്, നമുക്ക് ഈസി ആയിട്ട് സ്വാധീനിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് കാഫ് മസിൽസ്. അതേപോലെ തന്നെ തൈ മസിൽസ്, നമ്മള് ചെസ്റ്റിലെ മസിൽസും ബൈസെപ്സും ട്രൈസെപ്സും ബാക്ക് വർക്കൗട്ട് ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ നിങ്ങൾ കൂടുതൽ എൻഡോറൻസ് വർക്കൗട്ട് ചെയ്യുക. എൻഡോറൻസ് വർക്കൗട്ടിന് ഡംബിൾ വേണമെന്നില്ല. 2 ലിറ്ററിന്റെ ബോട്ടിലില്ലേ, 2 ലിറ്ററിന്റെ ബോട്ടിൽ നിങ്ങൾക്ക് ഒരു 5 കിലോ 6 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡംബിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജമ്പിങ് ജാക്സും മറ്റൊക്കെ ചെയ്യാം. അതായത് ഹൈ ഹീൽ ജമ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആപ്സിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒരിക്കലും ആപ്സ് കുറയാൻ പോകുന്നില്ല കേട്ടോ. പല ആൾക്കാരോട് ചോദിക്കുന്നത്, സാറേ വയറ് കുറയുന്നില്ല സാറേ. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, എത്ര പ്രായമായി? എനിക്ക് 46 വയസ്സായി. ഈ 46 വയസ്സുകൊണ്ട് തിന്നിട്ടുണ്ടായ തടിയാണ്. ഈ 46 വയസ്സുകൊണ്ട് തിന്നിട്ടുണ്ടായ വയറാണ്. കൊടവയറെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. ലേഡീസിലാണെങ്കിൽ കൂടുതൽ ബട്ടക്സിന്റെ ഭാഗത്തേക്ക് വരും, ജെൻസിനാണെങ്കിൽ കൂടുതൽ നമ്മുടെ കൊടവയറെന്ന് പറയും അല്ലേ. ഈ 45-50 കൊല്ലമൊക്കെ തിന്നിട്ടുണ്ടാക്കിയ ഒരു സാധനം ഒരു 2 മാസം 3 മാസം ഒക്കെ ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്കത് കുറയണം എന്ന് പറയാൻ നടക്കുന്ന കാര്യമാണ് എൻ്റെ സുഹൃത്ത്. ഞാൻ പറഞ്ഞ 6ാമത്തെ റിന്യൂവലാണ്. ഈ ബോട്ടം ഫാറ്റ് ഇല്ലേ, ഈ പറയുന്ന നാഭിയുടെ താഴെയുള്ള ഫാറ്റ്, ഈ ഫാറ്റ് എനിക്ക് കുറഞ്ഞത് കഴിഞ്ഞ 3 മാസം കൊണ്ടാണ്, 3-4 മാസം കൊണ്ടാണ്. ഞാൻ 6 കൊല്ലമായി ജിമ്മിൽ പോകുന്നത്. 6th റിന്യൂവലാണ് ജൂലൈ. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മളെ ശരീരത്തിലെ ഏറ്റവും ലാസ്റ്റ് കൊഴുപ്പ് അടഞ്ഞു കൂടുന്ന ഒരു സാധനമാണ് ഫാറ്റ്, നമ്മളെ വയറിലുള്ള കൊഴുപ്പ്. പക്ഷെ നമുക്ക് ഏറ്റവും ലാസ്റ്റേ ഈ കൊഴുപ്പ് ഒഴിവാക്കാനും പറ്റുള്ളൂ. ആദ്യം തന്നെ ഇതുമ്മൽ കയറി കളിക്കാൻ നിന്നാൽ നിങ്ങൾ ഊരവേദനയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ ഇതിലുമ്മൽ കയറി കളിക്കും. ജിമ്മിൽ ജോയിൻ ചെയ്ത് ആദ്യം തന്നെ വയറിന് കളിക്കാൻ നിൽക്കരുത്. വയറിന് കൂടുതൽ കളിച്ചാൽ ഊരവേദന ഉണ്ടാവും.
ക്രഞ്ചസ് ഒക്കെ കൂടുതൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് വയറിന്റെ ഫ്ലാറ്റിലേക്ക്, ബെല്ലി ഫാറ്റിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഓവറോൾ ആയിട്ടേ ഫാറ്റ് കുറയുള്ളൂ. ഒരിക്കലും വയറിന്റെ ഫാറ്റ് മാത്രം കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിന്റെ അളവ്, ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ബോഡി ഫാറ്റ് വരാതിരിക്കാൻ കൺട്രോൾ ചെയ്യാനും സാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഫാറ്റ് കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. കാരണം എന്താ? ഒബേസിറ്റി ലീഡ്സ് ടു ഹാർട്ട് പ്രോബ്ലം. ഇന്ന് ഹാർട്ട് പ്രോബ്ലത്തിന്റെ ഏകദേശം ഒരു 40% സാധ്യത ഒബേസിറ്റിയാണ്, അമിതവണ്ണമാണ്. അമിതവണ്ണം ഉണ്ടാവുന്ന ഒരു കാരണം ഓവർ ഈറ്റിംഗ് കൊണ്ടായിരിക്കാം. പക്ഷെ ഓവർ ഈറ്റിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ഓവർ ഈറ്റിംഗിലൂടെ ഉണ്ടാവുന്ന ഹൈപ്പർ ഇൻസുലിനീമിയ, ഓവർ ഈറ്റിംഗിലൂടെ ഉണ്ടാവുന്ന ഇൻസുലിൻ പ്രളയമാണ് ബോഡി ഫാറ്റ് കൂടുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ പ്രളയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കുറെ ഹോർമോൺസുകൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂട്ടുന്നുണ്ടാവും. ഈ ട്രൈഗ്ലിസറൈഡ് ആണ് ശരീരത്തിലെ ഈ എൻഡോത്തീരിയൽ സെൽസിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത്. LDL കൊളസ്ട്രോളിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്ന സാധനം ഈ ട്രൈഗ്ലിസറൈഡ് ആണ്. റെസിസ്റ്റിൻ, കുറെ അങ്ങനെ ഹോർമോൺസ് ഉണ്ട്. ഈ ഒബേസിറ്റി കൂടുതലുണ്ടെങ്കിൽ, അമിതമായിട്ടുള്ള ഫാറ്റ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ റെസിസ്റ്റിൻ പോലത്തെ പലതരത്തിലുള്ള എന്താ പറയുക ഹോർമോൺ പ്രൊഡക്ഷൻ കൂടും. ഈ റെസിസ്റ്റിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ട്രൈഗ്ലിസറൈഡ് ആണ്. അപ്പൊ ഈ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പരിപ്പോടെയോ ഉഴുന്നോടെയോ പച്ചരിയോ ഒക്കെ കഴിച്ചാൽ ട്രൈഗ്ലിസറൈഡ് കുത്തിവെച്ചാൽ കിട്ടും. പക്ഷെ ഈ റെസിസ്റ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് ഡബിൾ കൂടുന്നുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ് ഭയങ്കര സ്റ്റിക്കി കൊളസ്ട്രോൾ ആണ്. എൻഡോത്തീരിയൽ സെൽസ് ഡാമേജ് ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ധമനികളിൽ പറ്റിപ്പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡ്. അപ്പൊ എവിടെയൊക്കെ പോയി? ട്രൈഗ്ലിസറൈഡ് വരാനുള്ള കാരണം എന്താ? ഫാറ്റ് ആണ്. ഫാറ്റ് വരാനുള്ള കാരണം എന്താ? ഇൻസുലിൻ ആണ്. ഇൻസുലിൻ വരാനുള്ള കാരണം എന്താ? അമിതമായിട്ടുള്ള നമ്മൾ സാധാരണ കഴിക്കുന്ന വൈറ്റ് ഗ്രെയിൻസ് ആണ്. അതും വരാനുള്ള കാരണം എന്താ? ഒരു പരിധി വരെ വ്യായാമക്കുറവാണ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്നർത്ഥം. അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ സപ്ലിമെന്റ് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ ഓർഡറിൽ ഈ സപ്ലിമെന്റ് കൂടെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കഴിക്കേണ്ട 2 സപ്ലിമെന്റ് ആണ്. അതുകൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കറിയാം krill oil. krill oil എന്താണ്? സാധാരണ krill oil is an omega-3 fat. What is the difference between omega-3 and krill oil? omega-3യും krill oil നമ്മളെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ omega-3യിലും EPA ഉണ്ട്, DHA ഉണ്ട്. നമുക്കറിയാം ഈക്കോസാപ്പ് ആന്റിയോണിക് ആസിഡ്, ഡോക്കോസോആക്സിയോണിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ തിയറട്ടിക്കലി ഇഷ്ടംപോലെ കണ്ണുമുട്ടി രാത്രി എണീച്ച പാടെ നമ്മൾ പറഞ്ഞൊരു സാധനം EPA, DHA ഉണ്ട്. EPA is very good for heart, DHA is very good for brain, ബ്ലാ 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 ഒക്കെ ശരിയാ. എല്ലാ omega-3യിലും, ഈവൻ ഫ്ലാക്സിൽ വരെ, ALA വരെ, ആൽഫ ലിനോലിക് ആസിഡിൽ വരെ ഒരു പരിധി വരെ EPA, DHA ശരീരം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ സെർച്ച് ചെയ്തൊക്കെ ഒരുമാതിരി എല്ലാ omega-3യിലും EPA, DHA ഉണ്ട്. പക്ഷേ ക്രില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയും? ക്രില്ല് എന്ന് പറഞ്ഞാൽ ഷ്രിംപ് ലൈക്ക് ഫിഷ് ആണ്. അന്റാർട്ടിക് ഷ്രിംപിലാണ് ഏറ്റവും കൂടുതൽ ക്രില്ല് അടങ്ങിയിട്ടുള്ളത്. പ്രൊഡക്റ്റിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ ഈ ക്രില്ലിന്റെ ഏറ്റവും വലിയ സവിശേഷത, ക്രില്ലിൽ 2 ന്യൂട്രിയന്റ് ഉണ്ട്. ഒന്ന് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയും. മറ്റേത് ഇപ്പം സജിനി മേഡം പറഞ്ഞ പോലെ ആസ്റ്റാക്സാന്തിൻ. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ക്രിൽ. ആസ്റ്റാക്സാന്തിൻ ആണ് ക്രില്ലിനെ ക്രില്ലാക്കുന്നത്. ക്രില്ലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പോയിന്റ് ആണ് ആസ്റ്റാക്സാന്തിൻ. യു സെർച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട്, യു സെർച്ച് ആസ്റ്റാക്സാന്തിൻ, ക്രിൽ വിത്ത് ആസ്റ്റാക്സാന്തിൻ നിങ്ങൾ അടിച്ചു നോക്കുക. നിങ്ങൾക്ക് 1500, 2000, 3000 കിട്ടില്ല. എബവ് 5000, എബവ് 6000 ആണ് പല കമ്പനിയുടെയും, നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ റേറ്റ് വരുന്നത്. ആ സാധനമാണ് വെസ്റ്റീജ് നമുക്ക് 1300 രൂപയ്ക്ക് താഴെ തരുന്നത്. അസ്റ്റാക്സാന്തിൻ. അസ്റ്റാക്സാന്തിൻ ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ആന്റി ഓക്സിഡന്റ്. നേരത്തെ പറഞ്ഞ എൻഡോത്തീരിയൽ സെൽസിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന സാധനമാണ് ഏത്? ഈ ആസ്റ്റാക്സാന്തിൻ. ഹൃദയ ധമനികളുടെ എലാസ്തികത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സവിശേഷതയാണ് ഇതിനെ പറ്റി, omega-3നെ പറ്റി. ശരിയല്ലേ? അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആസ്റ്റാക്സാന്തിൻ. അപ്പൊ ആസ്റ്റാക്സാന്തിൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ എൻഡോത്തീരിയൽ സെൽസിന്റെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും ചോദിക്കും, സാറേ അങ്ങനെയാണ് ഫ്ലാക്സ് ഓയിലോ? ഫ്ലാക്സ് ഓയിൽ എൻഡോത്തീലിയൻ ഹെൽത്തിന് വലിയ റോള് വരുന്നില്ല. കാരണം ALA ആണ്, ആൽഫ ലിനോലിക് ആസിഡ് ആണ്. അത് കൺവേർഷൻ റേഷ്യോ വളരെ കുറവാണ്.
മോശമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് കൂടുതലായിട്ടും നമ്മളെ ധമനികളിൽ നമ്മളെ എന്താ പറയുക ട്രൈഗ്ലിസറൈഡിനെ LDL കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഇമ്മ്യൂണിറ്റീനെ റെസ്പോണ്ട് ചെയ്യാൻ, അതേപോലെ തന്നെ പല ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി മിനറൽസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഒരു സാധനമാണ്. ലിപ്പിഡിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ഹൃദയ ധമനികള്, കൊറോണറി ആർട്ടറീസ്, ഇതിലൊക്കെ കയറി കുറച്ചുകൂടെ നമുക്ക് ആക്ഷൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആവുന്ന ഒരു സാധനം വേറെ ഒന്നുമല്ല അസ്റ്റാക്സാന്റിൻ ആണ്. പിന്നെ ഇതിന്റെ ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡ് ഇതിന്റെ പ്യൂരിറ്റിയാണ്. ഇതിന്റെ പ്യൂരിറ്റി കളക്കുന്ന സാധനമാണ് ഫോസ്ഫോലിപ്പിഡ്സ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സെൽ മെംബ്രെയിൻസിനും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും സെൽ എഫിക്കസിക്കും അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ഒക്കെ വരാതിരിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഒരു സാധനമാണ് ഇത് ഫോസ്ഫോലിപ്പിഡ്സ്. അതിന്റെ പ്യൂരിറ്റിയാണ്. അതിന്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫോസ്ഫോലിപ്പിഡ് അടങ്ങിയിട്ടുള്ള krill oil എന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് സ്റ്റഡീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, സാധാരണക്കാർക്ക് അറിയില്ല. ഈവൻ പല മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. റിസർച്ച് സ്റ്റഡീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും നമ്പർ 1 സാധനമാണ്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ അതുക്കും മേലെ വേറൊരു സാധനമില്ല. അത് അത്രയ്ക്കും പ്യുവറസ്റ്റ് ക്വാളിറ്റിയാണ് ഫോസ്ഫോലിപ്പിഡ് എക്സ്ട്രാക്ഷൻ വരുന്നത്. അതിനേക്കും മേലെ പ്യുവറസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന അത്രയ്ക്കും ഹൈലി പ്യൂർ ആണ്. അതേപോലെ തന്നെ അസ്റ്റാക്സാന്റിൻ കാരറ്റനോയിഡ്സ് ആണ്, കിങ് ഓഫ് കാരറ്റനോയിഡ്സ്. കാരറ്റനോയിഡ്സിന്റെ പുലിയാണ്. സാധാരണ കഴിക്കുന്ന ക്യാരറ്റിനേക്കാൾ 10 ഇരട്ടിയാണ് ബീറ്റ കരറ്റീനിൽ കിട്ടുന്നത് പോഷകാഹാരങ്ങൾ. ബീറ്റ കരറ്റീനേക്കാൾ 10 ഇരട്ടി പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഇത് അസ്റ്റാക്സാന്റിൻ. അപ്പൊ നിങ്ങൾക്ക് ക്യാൻ ഇമാജിൻ മൾട്ടി കാരറ്റീൻ, ബീറ്റ കാരറ്റീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ മൾട്ടി കാരറ്റീൻ, ബീറ്റ കാരറ്റീനേക്കാൾ 10 ഇരട്ടി നമ്മൾ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് നമ്മൾ അസ്റ്റാക്സാന്റിൻ എന്ന് പറഞ്ഞാൽ. അസ്റ്റാക്സാന്റിൻ ഇറ്റ് സെൽഫ് വിൽ പ്രിവെന്റ് കംപ്ലീറ്റ് സെൽസിനെയും കൊറോണറി ആർട്ടറി വെസൽസിനെയും ഈ പറയുന്ന ബ്ലഡ് ലൈനിങ്ങിനെയും എല്ലാത്തിനെയും ഒരേപോലെ സംരക്ഷിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ അസ്റ്റാക്സാന്റിൻ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ക്യൂട്ടനെ കുറിച്ച് നമ്മൾ ഒരുപാടെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. ക്യൂട്ടന്റെ ഏറ്റവും വലിയ സവിശേഷത കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയർ വരാതിരിക്കാൻ സഹായിക്കും ക്യൂട്ടൻ. ഇറ്റ് ഇൻക്രീസസ് ATP, നമ്മൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻസിന് ഏറ്റവും ഇതിക്കും മേലെ ന്യൂട്രിയന്റ് വേറെ ഇല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അബ്നോർമൽ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ, നമ്മൾ പല ആൾക്കാർക്കും പറയാറുണ്ട് മൈഗ്രെയിൻ ഹെഡേക്ക് എന്നൊക്കെ പറയാറുണ്ട്. മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ അബ്നോർമാലിറ്റി എന്തെങ്കിലും അത് കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഹെഡേക്കിന് വരെ നമുക്ക് സ്ട്രെസ്സിനൊക്കെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഒരു പരിധി വരെ നമുക്ക് കോയിൻസൈം ക്യൂട്ടനെ കൊണ്ട് സഹായിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ബ്രെയിൻ സെൽ ഡെത്തിനെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ് ഇത് നമ്മുടെ കോയിൻസൈം ക്യൂട്ടൻ. ലാസ്റ്റ് ഈ പ്രൊഡക്റ്റോടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. L-arginine. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് L-arginine? L-arginine ഈസ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് L-arginine. ഏറ്റവും വലിയ സവിശേഷത ഇറ്റ് വൈഡൻസ് യുവർ ബ്ലഡ് വെസൽസ്. നേരത്തെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു കത്തീറ്റർ കടത്തിവിടുന്നത് ബലൂൺ വീർപ്പിക്കും. ബലൂൺ വീർപ്പിച്ചിട്ട് ആ ബ്ലോക്കിനെ വിടർത്തും. എന്നിട്ട് അവിടെ ഒരു സ്റ്റെന്റ് കൊടുത്തിട്ട് മുട്ട് കൊടുത്ത് നിർത്തുക ചെയ്യാം. ആ ബ്ലോക്കിനെ നിവർത്തുന്നത് ഒരു ബലൂണാണ്. ഈ പറയുന്ന ഈ L-arginine എന്ന് പറയുന്ന ഒരു സാധനം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോത്തീരിയൽ ഫംഗ്ഷൻസിന്, എൻഡോത്തീരിയത്തിന് കുറച്ചുകൂടെ എലാസ്റ്റികത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒന്നുകൂടെ ബ്ലഡ് വെസൽസിന് വിടർത്താൻ കപ്പാസിറ്റി ഉണ്ട് L-arginine. അപ്പോൾ ഒരു 70% 80% ഒക്കെ ബ്ലോക്ക് എൻ്റെ നിങ്ങളെ ഹാർട്ടിൽ എല്ലാവരുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. എൻ്റെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ്, എക്സസൈസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ശരീരത്തിലും ബ്ലോക്ക് ഉണ്ടാവും. ചിലപ്പോൾ 30%, ചിലപ്പോൾ 40% ആയിരിക്കും. ഈ 40%, പല ആൾക്കാർ ചിന്തിക്കുന്നത് ഈ 40% ബ്ലോക്ക് എന്നുള്ള 41, 42, 43 അങ്ങനെ 50, 90 എത്തുമ്പോഴത്തേക്കും കുറെ കാലം എടുക്കൂലേ? ആരാ പറഞ്ഞേ? ഈ 40% ബ്ലോക്ക് എടുക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് 50 വർഷം എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ 40%-ൽ നിന്നും 90% ബ്ലോക്ക് എത്താനേ 6 മാസം മതി. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇവിടെയാണ് നമ്മൾ ഇൻസുലിന്റെ റോളും നമ്മൾ ഒബേസിറ്റിയും ബോഡി ഫാറ്റിന്റെ റോളൊക്കെ കിടക്കുന്നത് ഇവിടെയാണ്. ന്യൂട്രിയൻസിന്റെ റോളും എക്സസൈസും ആന്റി ഓക്സിഡൻസും ഒക്കെ കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പെട്ടെന്ന് പയ്യെ ഗ്രോ ചെയ്യുന്ന ഒരു സാധനമല്ല നിങ്ങളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓൾ ഓഫ് എ സഡൻ ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 50%, 70%, 80% വരെയൊക്കെ എത്താം എന്നാണ് ഇന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ട് സ്റ്റഡീസ് കാർഡിയോളജിസ്റ്റ് ഒക്കെ പറയുന്നത്. അത് നമുക്ക് എപ്പോഴാണ് കൂടുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ടു ബി ദി സേഫസ്റ്റ് പാർട്ട്, ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു എന്താ പറയുക, ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം
എക്കണോമിക്കൽ പാർട്ട് കൂടെ നോക്കണം അല്ലേ? എല്ലാ പോഷകാഹാരങ്ങളും നമുക്ക് എല്ലാവർക്കും വാങ്ങി കഴിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സാമ്പത്തികം കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 4 ദിവസമെങ്കിലും ഒരു സ്കൂപ്പ് എല്ലാർദിനും, ഒരു പാക്കറ്റ് എല്ലാർദിനും കഴിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ്. പ്ലേക്സിനെ കുറയ്ക്കും. ഈ പ്ലേക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താ പറയുക, അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്ക് ഇല്ലാതിരിക്കാനായിട്ട് എല്ലാർദിനും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ്. എല്ലാർദിനെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എക്സസൈസ് പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് എല്ലാർജിനെ. അതേപോലെ തന്നെ പ്രീമച്വർ കാർഡിയാക് ഏജിങ്. എല്ലാർജിനെ ടോപ്പ് 3 സവിശേഷതകളിൽ ഒരു സവിശേഷതയാണ് ഹൃദയത്തിന്റെ പ്രായം കുറയ്ക്കാൻ സഹായിക്കും. ഹൃദയത്തിന്, എന്റെ പ്രായം 46, എന്റെ ഹൃദയത്തിന്റെ പ്രായം പക്ഷെ 55, 60, 70 എനിക്കറിയില്ല. ചിലപ്പോൾ പക്ഷെ 35 ആവാം, പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രായമല്ല, നമ്മൾ ഹൃദയത്തിന്റെ പ്രായം എത്രയെന്ന് കൂടെ നോക്കണം. അത് നമ്മുടെ കഴിക്കുന്ന ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും ഉറക്കവും വ്യായാമവും എല്ലാം അനുസരിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് എല്ലാർജിനൈൻ. പിന്നെ നമ്മൾ എല്ലാർജിനൈൻ ആക്കിയത് വേറൊരു സവിശേഷതയുണ്ട്. ഇതിൽ വൈറ്റമിൻ B6 ഉണ്ട്, വൈറ്റമിൻ B9 ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, റെസ്വെറട്രോൾ ഉണ്ട്. റെസ്വെറട്രോൾ ഇസ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. പോളിഫെനോൾസിന്റെ തലസ്ഥാനം, പോളിഫെനോൾസിന്റെ കൂടാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാവുന്ന ഒരു സാധനമാണ് റെസ്വെറട്രോൾ. നമ്മൾ റെഡ് ഗ്രേപ്സിൽ നമ്മൾ റെഡ് വൈൻ എന്നൊക്കെ പറയും. പല പാശ്ചാത്യ രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ റെഡ് വൈൻ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാർ. റെഡ് വൈൻ ഇസ് എ വെരി ഗുഡ് ആന്റി ഓക്സിഡന്റ്. സ്കിന്നിന്, ഹാർട്ടിന്, നെർവ്സിന്, ഹെയറിനൊക്കെ വളരെയധികം എഫക്റ്റീവ് ആണ് ഈ റെഡ് വൈൻ ഒക്കെ. അപ്പം ഈ റെസ്വെറട്രോൾ ഇസ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. അതേപോലെ തന്നെ വൈറ്റമിൻ B6, B9, B12 ഇതിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഹോമോസിസ്റ്റൈൻ. ഞാൻ പറഞ്ഞു മെഥിയോനൈൻ ആൻഡ് സിസ്റ്റൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. കേൾക്കുന്നില്ലേ എന്ന് പറയുന്നവരോ? ഓക്കെ. കഴിഞ്ഞു, ലാസ്റ്റ് പോർഷൻ ആണ്. അപ്പൊ മെഥിയോനൈൻ എന്ന് പറയുന്ന സാധനം, സിസ്റ്റൈൻ എന്ന് പറയുന്ന സാധനം എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു അമിനോ ആസിഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണക്കാരൻ തീവ്രവാദിയായിട്ട് മാറുന്നത് തീവ്രവാദ ക്യാമ്പിൽ പോയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ്, അവിടുത്തെ ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ്. അതേപോലെ ഈ മെഥിയോനൈനും സിസ്റ്റൈനും ഹോമോസിസ്റ്റൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഗട്ട് സിംബയോസിസും ഗട്ട് ഡിസ്ബയോസിസും അനുസരിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് ഗട്ട് ഹെൽത്തിൽ പ്രാധാന്യം. നിങ്ങൾ ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗട്ടിന് നല്ല ബാക്ടീരിയാസ് കൊടുത്തേ പറ്റൂ. പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ് is directly connected towards heart health. Probiotics, prebiotics is directly connected towards muscle health. Probiotics, prebiotics directly connected towards immunity, directly connected towards the hormone system, kidney health, fatty liver, autoimmune disorder, ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഇത് ഗട്ട് സിംബയോസിസ്. ഗട്ടിക്ക് വേണ്ട നല്ല ബാക്ടീരിയാസ്. അതിൽ ഒരു പരിധി വരെ മെറ്റബോളിക് വേസ്റ്റ് പോലും, ഒരു മെറ്റബോളിക് വേസ്റ്റ് ആണ് ഹോമോസിസ്റ്റൈൻ. ഇങ്ങനെ 100 കണക്കിന് 1000 മെറ്റബോളിക് വേസ്റ്റ് ഉണ്ട്. മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ വീട്ടില് അടുക്കളയിൽ നമ്മൾ ഒരു സദ്യ വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും. ശരിയല്ലേ? ഈ നമ്മള് വീട്ടില് വെക്കുന്ന ഭക്ഷണത്തിൽ ഇത്ര വേസ്റ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മളെ ശരീരത്തിൽ എന്തുമാത്രം വേസ്റ്റ് ഉണ്ടാവും ആലോചിച്ചു. എന്തുമാത്രം മെറ്റബോളിക് വേസ്റ്റുകൾ ഉണ്ടാവും. കുറെയൊക്കെ വേർപ്പിലൂടെ പോകും, കുറെയൊക്കെ മൂത്രത്തിലൂടെ പോകും, കുറെയൊക്കെ മലത്തിലൂടെ പോകും. എന്നിരുന്നാലും നമ്മൾ വയറ്റിനുള്ളിൽ ചെറിയ JCB ഇട്ട് തോണ്ടിയാൽ 6 മുതൽ 7 കിലോ വരെ വേസ്റ്റ് കിട്ടുന്ന പറയുന്നത്. ഇത് ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാക്കും. ഗട്ട് ഹെൽത്തിനെ മൊത്തം താരുമാറാക്കും. ഇത് മെറ്റബോളിക് വേസ്റ്റ് അടഞ്ഞുകൂടും. മെറ്റബോളിക് വേസ്റ്റ് ഹൃദയധമനികളിൽ പോയി അടഞ്ഞുകൂടും. മെറ്റബോളിക് വേസ്റ്റ് തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങളിൽ പോയി അടഞ്ഞുകൂടും. സ്ട്രോക്കിനും ഹാർട്ട് പ്രോബ്ലത്തിനും പ്രധാനപ്പെട്ട റീസൺ പറഞ്ഞ സാധനമാണ് ഈ ഹോമോസിസ്റ്റൈൻ. ഹോമോസിസ്റ്റൈൻ കുറക്കണം എന്നുണ്ടെങ്കിൽ വെരി സിമ്പിൾ വൈറ്റമിൻ B6 മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് 18% ഹോമോസിസ്റ്റൈൻ കുറയ്ക്കാൻ പറ്റും. വൈറ്റമിൻ B9 മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 22% നിങ്ങൾ ഹോമോസിസ്റ്റൈൻ വിത്തിൻ 3 months കുറയ്ക്കാൻ പറ്റും. വൈറ്റമിൻ B12 മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months നിങ്ങൾക്ക് 25% വരെ നിങ്ങൾക്ക് ഹോമോസിസ്റ്റൈൻ കുറയ്ക്കാൻ പറ്റും. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വൈറ്റമിൻ B6ഉം B9ഉം B12ഉം 3ഉം കൂടെ ഒരുമിച്ച് കഴിക്കുന്ന ഒരാളാണെങ്കിൽ വിത്തിൻ 2 months 70% നിങ്ങളുടെ ഹോമോസിസ്റ്റൈൻ ലെവൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെരി സിമ്പിൾ ആയിട്ട് ഈ ബ്ലോക്കിനെയൊക്കെ പറിച്ച് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത്, ഈ പറയുന്ന എല്ലാർജിനൈൻ.
ഇതിലാണ് ഈ സാധനം അടങ്ങിയിട്ടുള്ളത്. പിന്നെ എല്ലാത്തിൻ്റെ വേറെ സവിശേഷത, പല ആൾക്കാരും പറയുന്നത് മധുരം ഭയങ്കരമാണ് സാറേ, ഇത് ഷുഗർ ലെവൽ എങ്ങാണ്ട് കൂട്ടും എന്ന് പല ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. എല്ലാത്തിനും സൈലിറ്റോൾ എന്ന് പറയുന്ന എന്താ പറയാ, നമ്മളെ സ്റ്റീവിയനെ പോലെ എന്താ പറയാ നോൺ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഷുഗർ, നോൺ ഗ്ലൈസീമിക് ആണ്. നോൺ ഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ബ്ലഡ് ഷുഗറിൽ വേരിയൻസ് ഉണ്ടാവുന്നില്ല. സൈലിറ്റോൾ ലോ ഗ്ലൈസീമിക് ആയതുകൊണ്ട് തന്നെ ഒരു തരി പോലും നിങ്ങളെ ഷുഗർ ലെവൽ ബോഡിയിൽ വർദ്ധിക്കില്ല. നമ്മൾ സ്റ്റീവിയന്റെ എഫക്റ്റ് ആണ് L-arginine കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ ഓഫ് സപ്ലിമെന്റ്സ്. സപ്ലിമെന്റ്സ് വേണം, സപ്ലിമെന്റ്സ് നിർബന്ധമായിട്ട് കൊടുക്കണം. ന്യൂട്രിയൻസിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം, ഫുഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ യുവർ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, കൺട്രോൾ യുവർ ഗ്ലൂക്കോസ് ഇൻടേക്ക്, പെർഹാപ്സ് ഒഴിവാക്കുക, പഞ്ചസാര ഒഴിവാക്കുക. കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് ഞാൻ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം തൊടാറില്ല. എല്ലാം വിത്തൗട്ട് ആക്കി. എല്ലാം ചായ കാപ്പി എല്ലാം വിത്തൗട്ട് ആണ്. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ ജ്യൂസിൽ ഷുഗർ ആഡ് ചെയ്യാറില്ല, ഫ്രൂട്ട് ജ്യൂസ് മാത്രമേ കഴിക്കാറുള്ളൂ. വേനൽക്കാലമൊക്കെ നമ്മൾ ജ്യൂസ് കഴിക്കുന്നുണ്ടാവും. നമ്മൾ എന്താ പറയാ ഫ്രൂട്ട് ജ്യൂസ്, പ്രത്യേകിച്ച് സിട്രസ് ഫ്രൂട്ട്സ് ജ്യൂസ് കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഒരു കയ്പ്, ഒരു പുളിയെ. സപ്ലിമെന്റ്സ്, കുർക്കുമിന്, CMD, ഈ പറയുന്ന മഗ്നീഷ്യം, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, സോറി സ്ക്രീൻ മറഞ്ഞുപോയി, വിഷനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഓവർ ടു MC. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. താങ്ക് യു സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്കൊരു 2 മിനിറ്റ് ടൈം കൊടുക്കാമല്ലോ സാറേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വിശക്കാൻ തുടങ്ങി. ഏതോ സംശയങ്ങളൊക്കെ വരുന്നുണ്ട് സാർ. വരുന്നുണ്ടോ? ഞാൻ ചാറ്റ് ബോക്സ് നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്കി ചാറ്റ് ബോക്സ് നോക്കട്ടെ. ഓക്കെ, എന്തായാലും 1.5 മണിക്കൂർ കൊണ്ട് സാറ് ഹെർട്ടിനെ പറ്റി നമുക്ക് തന്ന നോളജ് അത് വിലമതിക്കാൻ പറ്റാത്ത. കൈവിരൽ തരിപ്പിനൊക്കെ നമുക്ക് L-arginine, മിനറൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യും കേട്ടോ. ഈ മഗ്നീഷ്യം, ക്രോമിയം, സെലീനിയം ഒക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ ഈ തരിപ്പിനൊക്കെ ഭയങ്കര എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ L-arginine ഈസ് ഓൾസോ വെരി ഗുഡ് ഫോർ ഈ തരിപ്പ്. വൈറ്റമിൻ D ഈസ് ഓൾസോ ഗുഡ്. വൈറ്റമിൻ D കുറവുണ്ടെങ്കിലും വരാം. അത് പറഞ്ഞു, ഈ സിംറ്റംസിനെ ബേസ് ചെയ്ത് നമുക്ക് സപ്ലിമെന്റ് പലപ്പോഴും കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, മഗ്നീഷ്യത്തിന് കുറവുകൊണ്ട് തരിപ്പ് വരാം, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാം, പലതരത്തിലുള്ള മഗ്നീഷ്യം മാത്രമല്ല ട്രേസ് മിനറൽസ് എന്ന് പറയാം, അതിന്റെ കുറവ് കൊണ്ട് വരാം, B വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ട് തരിപ്പുകൾ വരാം, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാം, പല റീസൺസും അവിടെ വരാം. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് ഒരു പർട്ടിക്കുലർ ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞ് കഴിക്കാൻ സാധിക്കില്ല. അവിടെയാണ് നമ്മളെ ഫൗണ്ടേഷൻ, സ്പെഷ്യാലിറ്റി ആൻഡ് ഓർഗൻ ബേസ്ഡ്. ഫൗണ്ടേഷനിൽ നമ്മൾ പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, അത് അങ്ങനത്തെ ആന്റി ഓക്സിഡൻസ് ആണ് ഫൗണ്ടേഷനിൽ വരുന്നത്. സ്പെഷ്യാലിറ്റിയിൽ നമുക്ക് എന്താ പറയാ, if you are 30 and above, try to take coenzyme Q10. If you are 40 and above, try to take coenzyme Q10 along with L-arginine. അപ്പോൾ നിങ്ങൾ ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ജനറ്റിക് ആയിട്ട് നിങ്ങൾ ക്യാൻസറസ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് നിങ്ങൾ കുർക്കുമിനെ krill oil എടുത്തിരിക്കണം. കാരണം astaxanthin and curcumin will prevent cancer. That depends upon the നിങ്ങളൊരു മെഡിക്കൽ റിപ്പോർട്ട് മാത്രം തന്നതുകൊണ്ട് എന്നോട് പറയാണ്, നിങ്ങൾ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും നിങ്ങളെ കൊളസ്ട്രോൾ മാത്രം അയച്ചു തന്നിട്ട് സാർ ഇതിന് ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സപ്ലിമെന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുള്ളൂ. അത് നമ്മളൊരു ഡോക്ടർ അല്ല, വി ആർ നോട്ട് ഡോക്ടേഴ്സ്. ഇതൊരു ഹോളിസ്റ്റിക് പ്രാക്ടീസ് ആണ്. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളെ ഞാൻ കാണുന്നില്ല, നിങ്ങളുടെ ശരീരപ്രകൃതി എന്താണെന്ന് അറിയുന്നില്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഫാസ്റ്റിംഗ് ഇൻസുലിന്റെ ബ്ലഡ് റിപ്പോർട്ടും കൂടെ അയച്ചു തന്നാൽ നിങ്ങളെ ജാതകം കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റും. ജാതകം കിട്ടുന്നുണ്ടെങ്കിൽ പിറന്നാൾ കിട്ടണ്ടേ, ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടണ്ടേ, ശരിയല്ലേ? ജാതകം കുടിക്കണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടണ്ടേ? ആ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിന്റെ റിപ്പോർട്ട് കൂടെ കിട്ടുകയാണെങ്കിൽ കുറേയൊക്കെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിനോട് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓവർ വെയിറ്റ് ആണോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ടോ, ട്രൈഗ്ലിസൈഡ് കൂടാൻ സാധ്യതയുണ്ടോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ഹാർട്ട് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടോ, അതുമായി കണക്ട് ചെയ്തിട്ട് CKD വരുമോ, അതുമായി ബന്ധപ്പെട്ട് ഫാറ്റി ലിവർ ഉണ്ടാകുമോ,
നിങ്ങളുടെ ബോഡി വെയിറ്റ് എന്താണ്, നിങ്ങളുടെ ഡയറ്റ് എന്താണ്, നിങ്ങൾ എക്സസൈസ് വല്ലതും ചെയ്യുന്നുണ്ടോ, ഇതെല്ലാ പാരാമീറ്റേഴ്സും കൂടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സുഹൃത്തെ. അപ്പം ജസ്റ്റ് സീയിങ് ആഫ്റ്റർ ദ ബ്ലഡ് റിപ്പോർട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എഫക്റ്റീവ് ആവാം, ചിലപ്പോൾ എഫക്റ്റീവ് ആവാതിരിക്കാം. ചിലവർ പറയാറുണ്ട് സാറിന് സപ്ലിമെന്റ് പെട്ടെന്ന് ഉപയോഗിച്ചപ്പോൾ മാറ്റം കിട്ടിയിട്ടോ. ചിലവർ പറയാറുണ്ട് സാറ് പറഞ്ഞ സപ്ലിമെന്റ് ഞാനൊരു 3-4 മാസം ഉപയോഗിച്ചു, സാർ ഒരു മാറ്റവും ഇല്ല. ഞാൻ 6 കൊല്ലമായി ജിമ്മിൽ പോകുന്നു. ഈ കഴിഞ്ഞ 4 മാസം കൊണ്ടാണ് എന്റെ ലോവർ ഫാറ്റ് കുറഞ്ഞത്, അടിവയറ്റിലുള്ള നാഭിയുടെ താഴെയുള്ള ഫാറ്റ് കുറഞ്ഞത്. ഞാൻ 5.5 കൊല്ലം നിർത്തിയിരുന്നെങ്കിലോ എനിക്കത് കുറയോ? ഇല്ല. എന്ത് ചെയ്യുന്ന സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. സപ്ലിമെന്റ് കഴിക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ഒരേ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് എന്ത്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി 3 നേരം വിടാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ആ രാവിലെ ഉച്ചയ്ക്ക് രാത്രി വിടാതെ സപ്ലിമെന്റ് കഴിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ആക്ച്വലി 4 ദിവസങ്ങളിൽ വ്യായാമം ചെയ്തുകൂടെ? ഇത് വിടാതെ ചെയ്തുകൂടാ നിങ്ങൾ? ഇത് സമയം മാറ്റി വെക്കണം, സമയം കണ്ടെത്തണം. ഓക്കെ, എന്തായാലും ഞാൻ വൈകിപ്പിക്കുന്നില്ല. Still there are 344 participants. Good. Nice to see you. Any other വേറെ doubt? 1-2 സംശയങ്ങളോട് ഉണ്ടായിരുന്നു അതിനകത്ത്. ആണോ? ചാറ്റ് ബോക്സിൽ എല്ലാവർക്കും അതൊന്ന് പറഞ്ഞേ. കഴിക്കുമ്പോൾ സ്കിൻ അലർജി ഉണ്ടെന്നുള്ള ഒരെണ്ണം പറഞ്ഞേക്കുന്നു. അത് നിർത്തുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള, എല്ലാവർക്കും കഴിക്കുമ്പോൾ കുറച്ചില്ലേ സ്കിൻ അലർജി ഗട്ട് ബാക്ടീരിയാസിൽ പ്രശ്നം കൊണ്ടുവരാം. സ്കിൻ അലർജിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ഗട്ട് ഡിസ്ബയോസിസ് ആണ്. കോംബയോട്ടിക്സ് നന്നായിട്ട് സപ്ലിമെന്റ് ചെയ്യുക, നന്നായിട്ട് പച്ചക്കറിയും പഴങ്ങളും നന്നായിട്ട് കഴിക്കുക, ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് ഉപയോഗിക്കുക. ഒരു പരിധിവരെ സ്കിൻ എഫക്റ്റ് നമുക്ക്, സ്കിന്നൊക്കെ നമ്മളെ ശരീരത്തിൽ എന്താ പറയുക, ടോക്സിൻസ് കൂടുന്നുണ്ട് എന്നുള്ളതിന്റെ സിഗ്നലാണ് സ്കിൻ ഡിസീസ്. അപ്പം ഗാനോഡർമ വളരെയധികം ഡീടോക്സിഫയർ ആണ്, സൂപ്പറാണ്. നീം നല്ല ഡീടോക്സിഫയർ ആണ്. നമ്മളെ ഫുഡ് പാച്ച് ഡീടോക്സിഫയർ ആണ്. പിന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 1 or 2 ഉണ്ടോ നോക്കണം. ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും. അതൊക്കെ കണക്റ്റഡ് ആണ്, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മെയിൻ ആയിട്ട് ഗട്ട് ഡിസ്ബയോസിസ് പ്രധാന കാരണം നിങ്ങൾ സ്കിൻ പ്രോബ്ലത്തിന്. അതിന് കോംബയോട്ടിക്സ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും. ഇൻസൈഡ് ആണ് ചികിത്സിക്കേണ്ടത്, ഔട്ട്സൈഡ് അല്ല. സ്കിന്നിന് കുറെ ലോഷൻസും ക്രീംസും വാങ്ങി തേച്ചത് കൊണ്ട് നമുക്ക് അടിച്ചമർത്താൻ പറ്റുമെന്നല്ലാതെ ഇൻസൈഡ് ചെയ്താൽ മാത്രമേ ഔട്ട്സൈഡ് നമുക്ക് ഇല്ലാതിരിക്കുള്ളൂ. സാറേ വെരിക്കോസിന്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ? വെരിക്കോസിന്റെ അതൊക്കെ നമുക്ക് പരിധി കടന്നു പോവും പ്രവീൺ. അതൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഇറ്റ് ഈസ് എ പ്രൊലോങ്ഡ് ടോപ്പിക്. നമുക്ക് ഡിഫറെന്റ് സെഷൻസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് ദ ഡൗട്ട്സ് റിലേറ്റഡ് ടു ടുഡേസ് സെഷൻ. ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കാർഡിയക് റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റിൽ ഞാൻ ആരെങ്കിലും ഇൻസുലിൻ റിലേറ്റഡ് അല്ല എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്ന പ്രതീക്ഷിച്ചത്. ക്രിൽ ഓയിൽ ആസ്പിരിൻ കഴിക്കുന്നവർ ഉപയോഗിക്കാം, കുഴപ്പമില്ല. എല്ലാവരുടെയും ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. ആൻഡ് ഏജ് ഓൾസോ 60 and above 70 and above ഒക്കെയാണ് നിങ്ങൾ ആസ്പിരിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ് എല്ലാവരുടെയും. നിങ്ങൾക്ക് ക്രിൽ ഓയിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ക്രിൽ ഓയിൽ വലിയൊരു ബ്ലഡ് തിന്നറായിട്ട് റോള് വരുന്നില്ല. ഹൃദയധമനികളുടെ എലാസ്റ്റികതയാണ്. ബ്ലഡ് തിന്നറായിട്ട് ക്രിൽ ഓയിൽക്ക് വലിയ പങ്ക് വരുന്നില്ല. സേഫ് ആയിട്ട് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കുർക്കുമിൻ വെരി സേഫ്. ഈ ഒരിക്കൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആൾക്കാർക്ക് 2-3 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ബ്ലോക്കേജ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അവരും ശ്രദ്ധിക്കുക, കുർക്കുമിൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. കുർക്കുമിൻ ഞാൻ പറയുകയാണെങ്കിൽ ഡേ ടു ഡേ ഹാബിറ്റിൽ കൊണ്ടുവരേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് കുർക്കുമിൻ. കാരണം ക്യാൻസറുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന, ഹാർട്ട് ഡിസീസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് കുർക്കുമിൻ. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. കുർക്കുമിൻ ആൻഡ് അസ്റ്റാക്സാന്റിൻ. എനി ഡൗട്ട്സ്? 70 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാത്തിനും കഴിക്കാം സാറേ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പ്രീവിയസ് ഹെൽത്ത്. നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, എത്ര കാലമായിട്ട് കഴിക്കുന്നു, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓൾ അതർ പാരാമീറ്റേഴ്സ് കൂടെ എടുക്കേണ്ടതുണ്ട്. ഓവർ വെയിറ്റ് ആണോ, എങ്ങനെയെല്ലാം നോക്കണം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾ അപ്ലയൻസ് ത്രൂ വാങ്ങിക്കുക. നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ റിപ്പോർട്ട്സ് അയച്ചു തരിക, വോയിസ് ക്ലിപ്പ് ഇടുക. കോൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്ക് കംഫർട്ടബിൾ ആവുക വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ക്ലിപ്പ് ഇടുന്നതായിരിക്കും. പല വോയിസ് ക്ലിപ്സും കഴിഞ്ഞൊരു ഏപ്രിൽ മാസം അവസാനം മെയ് ഫസ്റ്റ് വീക്ക് പല വോയിസ് ക്ലിപ്സും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പല വോയിസ് ക്ലിപ്സും കേൾക്കാൻ സാധിച്ചില്ല. കുറച്ച് തിരക്കായി ആ ഒരു 1-2 ആഴ്ച. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അതൊക്കെ നിങ്ങൾ എന്തുവാ ഞാൻ കേൾക്കാൻ വിട്ടുപോയി മറുപടി
സാറേ കേൾക്കുന്നില്ല. സാറിന്റെ വോയിസ് ഒരു കട്ടായി. കോൾ വന്നപ്പോ കട്ടായതാ. വൈഫ് ഓക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഷുഗർ കുറയ്ക്കാൻ ഉള്ള സപ്ലിമെന്റ് എവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അടുത്തൊരു സെഷൻ ഇനി നിയർ ഫ്യൂച്ചർ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡയബറ്റിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ആ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ഷുഗർ കുറയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ബാക്കിയുള്ള ഓവറോൾ അതർ പാരാമീറ്റേഴ്സ് കൂടെ ചെക്ക് ചെയ്യണം. നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ ഷുഗറിലാവരുത്. ഷുഗർ അങ്ങോട്ട് മറന്നേക്കുക. ഷുഗർ നമ്മൾ എന്താ പറയുക, ഒരു ഡയബറ്റിക് പേഷ്യന്റ് കാലാകാലത്തോളം ഡയബറ്റിക് പേഷ്യന്റായി തുടരാനുള്ള ഒരു കാരണം അദ്ദേഹം ഷുഗറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഷുഗറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഷുഗർ നോർമൽ ആവുന്നല്ലാതെ വേറൊരു കാര്യമില്ല. അദ്ദേഹം പ്രമേഹ രോഗി തന്നെയാണ്, പ്രമേഹ രോഗി ഇല്ലാതാവുന്നില്ല. അപ്പൊ പ്രമേഹ രോഗി അല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻസുലിന്റെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യണം. ഇൻസുലിൻ നിങ്ങൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു ചെക്ക് ചെയ്യണം. നിങ്ങളെ ബോഡി ഫാറ്റ് നോക്കണം. നിങ്ങളെ ബോഡി വെയിറ്റിൽ നിങ്ങളെ ഫാറ്റ് ആണോ കൂടുതൽ, മസിൽസ് ആണോ കൂടുതൽ നോക്കണം. ബോഡി മെലിഞ്ഞിട്ടാണോ വരുന്നതെങ്കിൽ നിങ്ങളെ ബോഡി ഫാറ്റും കുറയും. അത് ഇതിനേക്കാൾ ദോഷമാണ്. ചില ആൾക്കാർ കാണാൻ പറ്റും മെലിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും, ചില പുരുഷന്മാരൊക്കെ. ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ശരീരം ഒന്ന് സ്ലിം ആവും, ശരിയാ, ബോഡി ഒന്ന് മെലിയും. പക്ഷെ കാണാൻ പറ്റും ബട്ടക്സ് ഫാറ്റും അതേപോലെ തന്നെ വയറിലെ ഫാറ്റ് കൂടി വരുന്നത് കാണാൻ സാധിക്കും. ശരീര പ്രകൃതി തന്നെ മാറുന്നുണ്ട്, ശരീരം മെലിഞ്ഞു വരും. ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ്. ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒബേസിറ്റി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അസുഖം തേടി വരും. അപ്പൊ നമുക്ക് വേറെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 1-1.5 മണിക്കൂർ സെഷൻസ് നമുക്ക് വേറെ ചെയ്യാൻ സാധിക്കും. അതിലൊന്ന് അത് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഇൻ ഡെപ്ത് ഷുഗർ ആണോ പ്രശ്നം, ഇൻസുലിൻ ആണോ പ്രശ്നം എന്നുള്ള മനസ്സിലായി. ഇപ്പൊ ഞാൻ കുറച്ചൊരു ഹൈലൈറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഒരു 20 മിനിറ്റ്സ്. അത് ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് സംസാരിക്കും, കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഷുഗറിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കൺസേൺഡ് ആവണ്ട, ഇൻസുലിനെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആയാൽ മതി. പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുക. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഇപ്പൊ ഈ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 350 ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ നാളെ രാവിലെ ഒന്ന് പോയി, എനിക്ക് 5 ദിവസം കിട്ടാമെന്നല്ല, നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ട് ആ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ പകുതി ജാതകം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രിവെൻഷൻ ഇൻഡസ്ട്രിയിലാണ്, സിക്നസ് ഇൻഡസ്ട്രിയിലല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. Okay, let us close the session. Okay, enough is enough. It's already 10:20. ഇനി ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ അപ്ലൈൻ ത്രൂ സാറിന്റെ കോൺടാക്ട് നമ്പർ വാങ്ങി മെസ്സേജ് അയച്ചു വെച്ചാൽ സാറ് റിപ്ലൈ ചെയ്യുന്നുണ്ടാവും സാറിന് സമയം പോലെ. എങ്കിലും ഓക്കെ സാർ, ഇന്ന് വളരെ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരുപാട് നോളജ് ആണ് ഈ ഒരു സെഷനിലൂടെ കിട്ടിയത്. വളരെ സിംപ്ലിഫൈഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് സാറ് പ്രസന്റ് ചെയ്തത്. അത് ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അത് നമുക്ക് ഈ ഒരു ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാറിന്റെ സെഷൻസ് ഇനിയും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെയും മെസ്സേജുകൾ പറയുന്നുണ്ട്. സാറിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് അപ്ലൈൻ ത്രൂ കോൺടാക്ട് ചെയ്യാം. ഇതില് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ പേഴ്സണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ക്ഷമിക്കണം. അപ്പൊ എന്തായാലും സാറിന്റെ ഇനിയുമുള്ള സെഷൻ നമുക്ക് തരുന്നുണ്ടാവും, ഓരോരോ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട്. 1.5 മണിക്കൂർ ഒന്നുമല്ല, കാരണം ഒരാൾ പോലും അല്ലെങ്കിൽ അധികം നമ്പേഴ്സ് ഒന്നും പൊഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നന്ദി അറിയിച്ചിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഒന്നുകൂടി സാറിന് നമുക്ക് നന്ദി അറിയിക്കാം. സാറിന്റെ ഇനിയുള്ള സെഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇത് വളരെയേറെ പ്രയോജനപ്പെട്ടു. ഒരു മിനിറ്റ് പ്രവീൺ, ഫാസ്റ്റിംഗ് ഇൻസുലിൻ അല്ല 1.75 കൂടേണ്ടത്, ഹോമ IR ആണ് 1.75 കൂടാൻ പാടില്ല. ഫാസ്റ്റിംഗ് ഇൻസുലിൻ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 405 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ, അത് എന്നെ വേണമെങ്കിൽ കേരള വിന്നിംഗ് ടീം ഗ്രൂപ്പിൽ ഇടാം. കേരള വിന്നിംഗ് ടീം ഗ്രൂപ്പിൽ ഇടാം, എന്താണ് ഹോമ IR എന്നുള്ള വിന്നിംഗ് ടീം ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈൻസിലേക്ക് പാസ് ചെയ്താൽ മതി, ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, സോ ദാറ്റ് എവരി വൺ ക്യാൻ പാസ് ടു അവർ ഡൗൺലൈൻസ്. വാട്ട് ഈസ് ഹോമ IR? സാറിന്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തവർക്കും മുഴുവൻ കേട്ടിട്ടില്ലാത്തവർക്കും ഇനി അവസരമുണ്ട്. എന്തായാലും എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഒരുപാട് നന്ദി അറിയിക്കുന്നു സാറേ. ഇനിയും സാറിന്റെ സെഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ടൈം ഒരുപാടായി, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. എനിക്ക് ഒരു അവസരം തന്ന വിന്നിംഗ് ലീഡേഴ്സിനോടും വിന്നിംഗ് ലീഡേഴ്സിനോടും എല്ലാം എന്റെ നന്ദി അറിയിച്ചോളും. താങ്ക് യു.